നമ്മുടെ രക്ഷിതാവും കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സന്നിഹിതരായിട്ടുള്ള എല്ലാ വാത്സല്യ സഹോദരങ്ങളെയും ഞാൻ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. ഈ ലോക്കൽ ചർച്ചിൽ ശുശ്രൂഷിക്കുന്ന ദൈവദാസന്മാരെ, അവരുടെ കുടുംബങ്ങളെ ഓർത്തും ദൈവത്തെ സ്തുതിക്കുകയാണ്. നിങ്ങളുടെ വിശേഷാലുള്ള ക്ഷണം ലഭിക്കുകയും ഇങ്ങനെ വർഷാവസാനം ഒരു കൂട്ടായ്മ സ്വർഗത്തിലെ ദൈവം ഒരുക്കിയതോർത്ത് ദൈവസന്നിധിയിൽ ഞാൻ നന്ദി പറയുകയാണ്. ഇത്രയും വിശുദ്ധന്മാരോടുകൂടെ കർത്താവിൻ്റെ വചനം ധ്യാനിക്കുവാനൊരവസരമാണല്ലോ. എന്നെ പരിചയപ്പെടുത്തുന്ന കാര്യം പറഞ്ഞു. വളരെ കുറച്ച് സമയമേ ഉള്ളൂ, അധികം പരിചയപ്പെടുത്താനായിട്ടില്ല. ഞാൻ ബാംഗ്ലൂരിലാണ് പാർക്കുന്നത്. പേര് സജി വർഗീസ്. പറഞ്ഞതുപോലെ കർത്താവിൻ്റെ വയലിൽ അധ്വാനിക്കുന്നു. ഒരു സുവിശേഷകൻ എന്ന നിലയിലും, ഒരു ഉപദേഷ്ടാവ് എന്ന നിലയിലും, പിന്നെ ഒരു പാസ്റ്റർ എന്ന നിലയിലും ഒക്കെ ശുശ്രൂഷിക്കുന്നു. അവസരം കിട്ടുന്ന സ്ഥലങ്ങളിലെല്ലാം സുവിശേഷം അറിയിക്കും. പിന്നെ ഈ കാലഘട്ടത്തിൽ ഏറ്റവും അത്യാവശ്യമായി ദൈവമക്കൾ അറിഞ്ഞിരിക്കേണ്ട ഗൗരവതരമായ കാര്യങ്ങളാണ് ദൈവസഭ എങ്ങനെ ചലിക്കണം. അതിൻ്റെ ഉപദേശ വിഷയങ്ങളും കാര്യങ്ങളുമൊക്കെ അനേകരെ ധരിപ്പിക്കുന്നു, പഠിപ്പിക്കുന്നു. അങ്ങനെയൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങൾക്ക് ഒരു ഓൺലൈൻ മീറ്റിംഗ് ഉണ്ട്. അത് കൊറോണ സമയത്ത് തുടങ്ങിയതാണ്. അത് ഇടക്കാലത്തൊക്കെ നിർത്തണമെന്നൊക്കെ വിചാരിച്ച് തുടങ്ങിയതൊക്കെ ആണെങ്കിൽ പോലും 3-4 കൊല്ലമായിട്ട് അതിങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനോടുള്ള ബന്ധത്തിൽ മെസ്സേജുകൾ ഞങ്ങൾ റെക്കോർഡ് ചെയ്ത് പിന്നത്തേതിൽ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാറുണ്ട്. അങ്ങനെ ധാരാളം പേരത് കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്നു. സമ്മിശ്രമായ പ്രതികരണങ്ങൾ അതിനോടുള്ള ബന്ധത്തിലുണ്ട്. ചിലർക്കൊക്കെ വളരെ താല്പര്യമാണ്, എന്നാൽ ചിലർക്കൊക്കെ പറയുന്ന കാര്യങ്ങളോട് അത്ര താല്പര്യം ഉണ്ടാകാറില്ല. ദേവദാസൻ സന്തോഷ് അവറുകൾ എന്നോട് സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്നു, UAE തന്നെയുള്ള മറ്റൊരു സഹോദരൻ ഈ പ്രസംഗങ്ങൾ ഇങ്ങനെ കേട്ടിരുന്നു. അങ്ങനെ അദ്ദേഹമാണ് ഒരു പ്രസംഗം ഫോർവേഡ് ചെയ്തത്. അങ്ങനെ ആ ഒരു പ്രസംഗം കേട്ടത് നിമിത്തമാണ് പരിചയപ്പെടാൻ, അല്ലെങ്കിൽ ഇങ്ങനെയൊരു ശുശ്രൂഷകൻ ദൈവവചനം പറയുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞതെന്ന് പറഞ്ഞു. ഇനിവേ, അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ മുൻപോട്ട് പോകുന്നത്. ദൈവം അനുവദിച്ചാൽ നമുക്ക് പിന്നത്തേതിൽ കൂടുതൽ പരിചയപ്പെടാം, മീറ്റിംഗ് കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ പിന്നത്തേതിലോ ഏതെങ്കിലും വിധത്തിൽ. ഇന്ന് രാത്രി അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് ഞാൻ തുറന്നു വെച്ചിരിക്കുന്ന എബ്രായ ലേഖനം 2-ാം അധ്യായമാണ്. ഈ എബ്രായ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ ആദ്യത്തെ ഒരു പാരഗ്രാഫാണ് തുറന്നു വെച്ചിരിക്കുന്നത്. ഇതിങ്ങനെ തുറന്നു വയ്ക്കുമ്പോൾ എൻ്റെ ഉള്ളിലൂടെ പലവിധമായ ചിന്തകൾ കടന്നുപോയി. 2024 ഡിസംബർ മാസത്തിൻ്റെ അവസാനത്തെ ആഴ്ചകളിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ നമ്മുടെ മുൻപിലുള്ളൂ ഈ വർഷം കടന്നു പോകാനായിട്ട്. ഈ പുതിയ വർഷം ആരംഭിച്ചത് ഒരുപക്ഷെ നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. ഇന്നലെ എങ്ങാണ്ട് തുടങ്ങിയതുപോലെ നമുക്ക് തോന്നിപ്പോകും. അത്ര ദ്രുതഗതിയിലാണ് ഒരു വർഷം നമ്മെ വിട്ടു പോകുന്നത്. വർഷങ്ങളൊക്കെ ഓടി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വർഷാവസാനം പെന്തക്കോസ്ത് സമൂഹത്തിൽപ്പെട്ടവരൊക്കെ ഉപവാസ പ്രാർത്ഥനകളൊക്കെ വയ്ക്കും. നിങ്ങളും ഉപവാസ പ്രാർത്ഥന അനൗൺസ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി. മറ്റ് പല സ്ഥലങ്ങളിലും 21, 41, 51 ഒക്കെ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അതിൻ്റെ ഒരു പരിസമാപ്തി എന്ന് പറയുമ്പോൾ ഡിസംബർ 31-ാം തീയതിയൊക്കെ എത്തിച്ചേരുമ്പോഴത്തേക്കും പുതിയ വർഷത്തിലേക്ക് വരവേൽക്കാൻ പാകത്തിന് വലിയ പ്രതീക്ഷയോടുകൂടി 2019 ഡിസംബർ 31-ാം തീയതി ഒത്തിരി പേര് 2020 ഭയങ്കരമായിരിക്കും എന്നൊക്കെ പറഞ്ഞെങ്കിലും അതെല്ലാം വെള്ളത്തിലായിപ്പോയി. എന്നാൽ ഒരു ദൈവവേദനെ സംബന്ധിച്ച് നമ്മൾ പുസ്തകം പഠിക്കുമ്പോൾ മനസ്സിലാകുന്നത് ഓരോ ദിവസവും ദൈവം ഗ്രാൻഡ് ചെയ്യുകയാണ്. ഓരോ ദിവസവും. ആ ദിവസം കഴിഞ്ഞാൽ അടുത്ത ദിവസം. നാളെ എന്ന് പറയുന്നത് നമുക്കില്ല, ഇന്നൊരു ദിവസമേ ഉള്ളൂ. ആ ഒരു ദിവസം ദൈവം നമ്മെ നടത്തുന്നു. അതിശയകരമായി, അത്ഭുതകരമായി ദൈവം നമ്മെ നടത്തുന്നു. ദൈവേഷ്ടത്തിന് വേണ്ടി നമ്മളെ ഈ ഭൂമിയിലാക്കി വെച്ചിരിക്കുകയാണ്. ദൈവേഷ്ടം തിരിച്ചറിയുവാനും അതിനനുസരിച്ച് ജീവിതം ക്രമീകരിക്കുവാനും പാകത്തിന്. നിങ്ങൾ പാടിയ പാട്ടുകളിലെ അവസാനത്തെ പാട്ട് എനിക്കിഷ്ടപ്പെട്ടു. അതിൻ്റെ ഒടുക്കം പറഞ്ഞതൊക്കെ അപകടകരമായ കാര്യങ്ങളാണ്. അറിഞ്ഞുകൊണ്ടാണോ അറിയാതെയാണോ എന്തായാലും പാടിപ്പോയി. എൻ്റെ ഇഷ്ടമൊന്നും വേണ്ട, നിൻ്റെ ഇഷ്ടം മതി എന്നൊക്കെയാണ് പാട്ടുകാരൻ പറയുന്നത്. അവരെഴുതിയ കാലത്ത് അത് അറിഞ്ഞ് അങ്ങനെ അങ്ങ് പാടി ജീവിച്ചു പോയവരാണ്. നമ്മളിന്ന് ചാടിക്കയറി പാടുമ്പോൾ എൻ്റെ പ്രസംഗ വിഷയം അതൊക്കെ തന്നെയാണ്. അവിടെ ഞാൻ എങ്ങനെയെങ്കിലും കൊണ്ടുവരും. ഇന്നിപ്പോൾ കൊണ്ടുവന്നില്ലെങ്കിലും ഏതെങ്കിലും വിധത്തിലൊക്കെ കൊണ്ടുവരും. കഴിഞ്ഞ നാളുകളിൽ ഈ ഓൺലൈൻ മീറ്റിംഗ് പ്രസംഗിച്ചുകൊണ്ടിരുന്നെന്ന് പറഞ്ഞല്ലോ. അതിൽ വിദേശത്തൊക്കെ പാർക്കുന്ന മലയാളികൾ ധാരാളം പേര് വന്ന് കേട്ടിട്ടുണ്ട്.
അങ്ങനെ കേട്ട പലരും ഇവിടെ വന്നിരിപ്പുണ്ട്. ഇപ്പോൾ അവരെല്ലാം ഈ പറഞ്ഞ ഒരു തലത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. മീറ്റിങ്ങുകളല്ല അതിനു വേണ്ടിയിട്ടല്ലേ, അല്ലാതെ വേറെ എന്ത് കാര്യത്തിനാണ്? ദൈവേഷ്ടം തിരിച്ചറിഞ്ഞ് ആ ദൈവേഷ്ടം പൂർത്തീകരിച്ച് ഈ ഭൂമിയിൽ നിന്ന് നമ്മൾ മാറ്റപ്പെടുക, അതാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ടത്. അതിനുവേണ്ടി നിങ്ങളെ ഉത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. എബ്രായ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ പാരഗ്രാഫ് അത് നമുക്കൊന്ന് വായിക്കാം. അതായത് 1-ാം വാക്യം മുതൽ 4-ാം വാക്യം വരെ. ആരെങ്കിലും ഒരാൾ വായിക്കാമോ? അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധകൊള്ളുവാൻ ആവശ്യം. ദൂതന്മാർ മുഖാന്തരം അരുളി ചെയ്ത വചനം സ്ഥിരമായിരിക്കുകയും ഓരോരോ ലംഘനത്തിനും അനുസരണക്കേടിനും ന്യായമായ പ്രതിഫലം ലഭിക്കുകയും ചെയ്തുവെങ്കിൽ കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവൃത്തികളാലും തന്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ടും സാക്ഷി നിന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റി ഒഴിയും? ദൈവത്തിന് മഹത്വം. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പാസേജാണ് നമ്മൾ വായിച്ചത്. ഈ 4 വാക്യങ്ങളിൽ നിന്ന് അനവധി കാര്യങ്ങൾ പറയാനുണ്ടെന്നുള്ളത് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഞാൻ അതിൽ നിന്ന് ചില കാര്യങ്ങൾ മാത്രമാണ് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഈ പുസ്തകം എനിക്ക് വളരെ ഹൃദ്യമായൊരു പുസ്തകമാണ്. എന്നെ ഏറ്റവും കൂടുതൽ ചിന്തിപ്പിക്കുകയും ഈ ക്രിസ്തീയ വഴിയിൽ ഉറപ്പിക്കുകയും മുൻപോട്ട് നയിക്കുകയും ചെയ്തൊരു പുസ്തകമാണ്. എൻ്റെ യൗവനപ്രായത്തിൽ കർത്താവിനെ അറിയുവാനായിട്ടൊരു അവസരം ലഭിച്ചു. അങ്ങനെ കർത്താവിനെ അറിഞ്ഞ് വിശ്വാസ വഴിയിലേക്ക് ചൂടുവെച്ചു. അതായത് വീണ്ടും ജനനാനുഭവത്തിലേക്ക് വന്നു. അങ്ങനെ വീണ്ടും ജനനാനുഭവത്തിലേക്ക് വന്ന് എനിക്ക് തോന്നുന്നത് ഒരു 2 മാസത്തിനുള്ളിൽ ഞാനൊരു പെന്തിക്കോസ്തുകാരനെ പരിചയപ്പെട്ടു. എന്ന് വെച്ചാൽ എൻ്റെ വിശ്വാസ ജീവിതത്തിൻ്റെ ആരംഭകാലത്ത് ഞാനൊരു പെന്തിക്കോസ്തുകാരെയും അറിയുന്നില്ല. സമുദായസ്ഥനായ ഞാൻ അങ്ങനെ കർത്താവിൻ്റെ വചനം എന്നെ സ്പർശിക്കുകയും ആ വചനപ്രകാരം രക്ഷയുടെ അനുഭവത്തിലേക്ക് വരികയും അങ്ങനെ പിന്നത്തേതിൽ ഞാൻ ആഗ്രഹിച്ചു ഞങ്ങളുടെ പള്ളിയും സംവിധാനങ്ങളും ഒക്കെ ആയിട്ട് മുൻപോട്ട് പോകുമ്പോൾ, അതുവരെ പള്ളിയൊന്നുമില്ല, ആ സമയത്ത് പിന്നീട് പള്ളിയിൽ പോകാനൊക്കെ ആരംഭിച്ചു. ഒരു ചെറിയ ഉത്സാഹമൊക്കെ വന്നു. പക്ഷേ അവിടെ എനിക്കൊരു തൃപ്തി ലഭിച്ചില്ല. ഞാൻ ആഗ്രഹിച്ചതുപോലെയുള്ള കാര്യങ്ങൾ അവിടെ ഒരു 10-15 മിനിറ്റൊക്കെ എന്തൊക്കെയോ പ്രസംഗിക്കും എന്നുള്ളതല്ലാതെ അങ്ങനെ കാര്യമായ കാര്യങ്ങളൊന്നും പറയുന്നില്ല. ആ സമയത്താണ് ഒരു പെന്തക്കോസ്റ്റ് ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരു സഹോദരനെ പരിചയപ്പെടുന്നത്. അദ്ദേഹം ഇന്ന് പൂനെയിലൊരു IPC ചർച്ചിൻ്റെ പാസ്റ്ററായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ തമ്മിലുള്ള ആ പരിചയം വലിയ അടുപ്പമായിട്ട് മാറി. അദ്ദേഹം എനിക്ക് വിശ്വാസ സ്നാനത്തിൻ്റെ ആഴങ്ങൾ ഒരളവിൽ പറഞ്ഞു തന്നു. അതങ്ങനെ പറഞ്ഞ് മുൻപോട്ട് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് കുതിറി മാറാൻ സാധിക്കാതെ വണ്ണം ഞാൻ ഓരോ ദിവസവും അങ്ങനെ ആ വചനത്തോട് അടുത്തടുത്ത് വരികയായിരുന്നു. വിശ്വാസ സ്നാനത്തിലേക്ക് ഞാനിങ്ങനെ അടുത്തടുത്ത് വരികയായിരുന്നു. ആ സമയത്താണ് എബ്രായ ലേഖനം എന്ന് പറയുന്നൊരു പുസ്തകം, ബൈബിളിൽ 66 പുസ്തകം ഉണ്ടെന്നൊക്കെയുള്ള ഒരു ഐഡിയ ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഇങ്ങനെയൊരു പുസ്തകം ഇതിനകത്തുണ്ടെന്നുള്ളത് എൻ്റെ കണ്ണിൽപ്പെട്ടിട്ടില്ലായിരുന്നു, ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു. എന്നുവെച്ചാൽ അങ്ങനെ പുസ്തകം വായിക്കാറില്ല, അതുകൊണ്ടായിരിക്കാം. ബൈബിൾ തുറന്ന് വായിക്കുകയോ അന്വേഷിക്കുകയോ പഠിക്കുകയോ ചെയ്യാത്തതുകൊണ്ട് ഈ എബ്രായ ലേഖനം അതിനകത്തുണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെ അറിയാനാ? അങ്ങനെയൊന്നും അറിയാതെ ഞാനങ്ങ് ജീവിച്ചു പോയി. എന്നാൽ ഈ പറയപ്പെട്ട സമയത്ത് ആ സഹോദരനുമായിട്ട്, ആ സഹോദരൻ എന്ന് പറയുമ്പോൾ എന്നെക്കാളൊക്കെ ഒത്തിരി മുതിർന്ന ആളാണ്, അദ്ദേഹമായിട്ടുള്ള ആ ഒരു സംഭാഷണങ്ങളും ധ്യാനങ്ങളും പഠനങ്ങളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് ഇതിലെ ഒത്തിരി കാര്യങ്ങൾ എൻ്റെ മുമ്പാകെ തുറന്നു വരികയാണ്. യേശുക്രിസ്തു ഒരിക്കലായി കഴിച്ച പരമയാഗത്താൽ നാം വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് തിരിച്ചറിയാനിടയായപ്പോൾ പിന്നീട് ഈ പള്ളിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അവിടുത്തെ കാര്യപരിപാടിയുമായി ഇനി അധികം ഒത്തുപോകേണ്ട കാര്യമില്ലെന്നൊക്കെയുള്ള ചിന്തകളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ സാരം. എന്നെ ആ വഴിയിൽ നിന്ന് ഒത്തിരി അകറ്റിക്കളഞ്ഞ ഒരു പുസ്തകമാണ് എബ്രായ ലേഖനം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു പുസ്തകമാണ്, വളരെ ആഴങ്ങളുള്ളൊരു പുസ്തകമാണ്. ഈ പുസ്തകത്തിൽ മുന്നറിയിപ്പുകളുണ്ട്. ഈ പുസ്തകത്തിൽ അതുപോലെ തന്നെ നമ്മെ ഉത്തേജിപ്പിക്കുന്ന കാര്യങ്ങളുണ്ട്, പ്രോത്സാഹിപ്പിക്കുന്ന കാര്യങ്ങളുണ്ട്. അങ്ങനെ പല കാര്യങ്ങൾ ഈ പുസ്തകത്തിലുണ്ട്. അതുപോലെ ആദിമ ക്രൈസ്തവ സഭയെ പരിശോധനയിലൂടെ കടത്തിവിട്ട കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാകും. അതായത് ക്രിസ്തീയ സഭ ആരംഭിക്കുന്നത് ഏകദേശം ഒരു AD 30 നമുക്കങ്ങനെ പറയാം. ഏകദേശം AD 30 ഏകദേശം AD 70 യെരുശലേം ദൈവാലയം തകർക്കപ്പെടുന്നത്. അപ്പോൾ ആദ്യത്തെ 40 വർഷക്കാലം യെരുശലേമിൽ ആ ദൈവാലയം ഇരിപ്പുണ്ടായിരുന്നു.
അതായത് കാലങ്ങൾക്ക് മുമ്പ് ശലോമോനാൽ പണിയപ്പെട്ട് പിന്നീട് തകർന്നു പോവുകയും സെരുബാബേലിനാൽ വീണ്ടും പണിയപ്പെടുകയും അത് കഴിഞ്ഞ് ഹെരോദാവിനാൽ ചില മിനുക്കുപണികളൊക്കെ നടത്തുകയൊക്കെ ചെയ്ത യെരുശലേം ദൈവാലയം എന്ന് പറയുന്ന മഹത്തായ നിർമ്മിതി, ശിഷ്യന്മാർ യേശുക്രിസ്തുവിനെ കാണിച്ചു കൊടുത്ത ആ യെരുശലേം ദൈവാലയം ഇപ്പോഴും അവിടെ ഇരിപ്പുണ്ട് 40 വർഷക്കാലം. അത് പറയുമ്പോൾ മറ്റൊരു കാര്യം ഞാൻ നിങ്ങളുടെ മുമ്പാകെ ചൂണ്ടിക്കാണിക്കുകയാണ്. അതായത് ഇസ്രായേൽ മിസ്രൈം വിട്ട് ചെങ്കടൽ കടന്ന് മരുഭൂമി വഴിയായി വാഗ്ദത്ത ഭൂമിയിലേക്ക് സഞ്ചരിക്കുമ്പോൾ നമുക്കറിയാം ഏതാണ്ട് 40 വർഷക്കാലം അവരൊരു പരിശോധനയിൽ അകപ്പെട്ട കാര്യം. 40 വർഷക്കാലം ഇസ്രായേൽ ഒരു പരിശോധനയിലൂടെ കടന്നുപോയ കാര്യം അറിയാം. അതുപോലെ തന്നെ ഈ ചില 40കളുണ്ട് ഈ പുസ്തകത്തിൽ. 40കൾക്കൊക്കെ ചില പ്രാധാന്യങ്ങളുണ്ട്. ക്രിസ്തീയ സഭയുടെ ആരംഭത്തിലും അധികമാരും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്, ഒരു 40 വർഷത്തിൻ്റെ ഒരു ചരിത്രം നമുക്ക് പറയാനുണ്ട്. അതായത് യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിനും ചില മണിക്കൂറുകൾക്ക് മുമ്പ് അവിടെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്ന മഹാപുരോഹിതൻ തൻ്റെ വസ്ത്രം കീറി. മഹാപുരോഹിതൻ്റെ വസ്ത്രം കീറാൻ പാടില്ലെന്നുള്ളതാണ് ലേവ്യ പുസ്തകം 21-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. അവിടെ മഹാപുരോഹിതൻ വസ്ത്രം കീറി. അടുത്ത കാര്യം, ക്രൂശീകരണത്തിൻ്റെ സമയത്ത്, അതായത് നമ്മൾ കാണുന്നു യേശുക്രിസ്തു പ്രാണനെ വിടുന്ന സമയം ആലയത്തിലെ തിരശ്ശീല മുകൾ തൊട്ട് അടി വരെ 2ആയിട്ട് ചിന്തിപ്പോയി. അങ്ങനെ തിരശ്ശീലയും ചിന്തിപ്പോയി, മഹാപുരോഹിതൻ വസ്ത്രവും കീറി. പിന്നീട് ആ പറയുന്ന ആ ബിൽഡിങ്ങിന് യാതൊരു പ്രസക്തിയുമില്ല. അതിലെ മഹത്വം പൊയ്പോയിരിക്കുന്നു. മഹത്വം അവിടെ നിന്ന് പൊയ്പോയിരിക്കുന്നു. പിന്നത്തേതിൽ ആ മഹത്വം വെളിപ്പെട്ടു വരുന്നത് മാളികമുറിയിലാണ്. അവിടെ കൂടിയിരുന്ന 120 പേരുടെ മേലേക്ക് ആ മഹത്വം വെളിപ്പെട്ടു വരികയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ആലയം എന്നുള്ളതൊരു വലിയ വിഷയമാണ് കേട്ടോ. ദൈവത്തിൻ്റെ ആലയം എന്നുള്ളത്, അതുപോലെ കൂടാരം, മണവാട്ടി, പിന്നെ എന്താ ദൈവസഭയെക്കുറിച്ച് ദൈവത്തിൻ്റെ തോട്ടം, കൃഷി, ഇങ്ങനെ അനവധി ഉപമാനങ്ങളുണ്ട് സഭയെക്കുറിച്ച്. അതിലൊരു ഗംഭീര വിഷയമാണ് ദൈവത്തിൻ്റെ ആലയം എന്നുള്ളത്. ദൈവത്തിൻ്റെ നിവാസങ്ങൾ, ദൈവനിവാസങ്ങൾ എന്ന് പറയാം. അപ്പോൾ ആ ദൈവനിവാസങ്ങൾ എന്നുള്ളൊരു കാര്യം നമ്മൾ ചിന്തിക്കുമ്പോൾ സമാഗമന കൂടാരം മുൻപിലുണ്ട്, അത് കഴിഞ്ഞ് യെരുശലേം ദൈവാലയമുണ്ട്, പിന്നീട് മാളികമുറിയിൽ ആരംഭിച്ച ദൈവസഭയുണ്ട്. അപ്പോൾ ദൈവസഭ ആരംഭിക്കുന്നതിന് മുമ്പ് ഇസ്രായേലിൻ്റെ നടുവിൽ ഒരൊറ്റ ആലയമേ ഉള്ളൂ. ആദ്യം സമാഗമന കൂടാരം, പിന്നീട് യെരുശലേം ദൈവാലയം. എന്നാൽ മാളികമുറിക്ക് ശേഷം, അല്ലെങ്കിൽ കർത്താവിൻ്റെ ക്രൂശ് മരണത്തിന് ശേഷം മാളികമുറിയിൽ ഈ പറയപ്പെട്ട അപ്പോസ്തലന്മാരും ഒരു 120 പേരും അവരോട് കൂടെ ഒരുമിച്ച് കൂടി അവിടെ ഇരിക്കുമ്പോൾ ആ 120 പേരുടെ മേലേക്കും ദൈവമഹത്വം ഇറങ്ങി വരികയാണ്. അതുവരെ ഒരാലയമായിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ 120 ആലയമായി. നോക്കി നിൽക്കുമ്പോൾ തന്നെ അതിനോട് കൂടെ ഒരു 3000 കൂടെ ആഡ് ചെയ്തു. പിന്നത്തേതിൽ വലിയ താമസമില്ലാതെ അതിലേക്ക് ഒരു 5000 കൂടെ കടന്നു വന്നു. പിന്നീട് അസംഖ്യം, പിന്നീട് ചുറ്റുപാടുമുള്ള ദേശങ്ങളിൽ, അടുത്ത ഭൂഖണ്ഡങ്ങളിൽ, പിന്നെ ഭൂതലം മുഴുവനും നമ്മുടെ കൊച്ചു മലയാളക്കരയിൽ നമ്മെ ഓരോരുത്തരെയും ഈ സത്യപാതയിലേക്ക് വിളിക്കുകയും നമ്മെ ദൈവത്തിൻ്റെ മന്ദിരമാക്കി തീർക്കുകയൊക്കെ ചെയ്ത മഹനീയമായ കാര്യം ഈ 2000 വർഷത്തിൻ്റെ ചരിത്രത്തിൽ പറയാനുണ്ട്. എന്നാൽ അതിൻ്റെ തുടക്കമാണ് ഞാൻ പറഞ്ഞത്. ആദ്യത്തെ 40 വർഷം ഈ മഹത്വം പോയെങ്കിലും യെരുശലേം ദൈവാലയം അവിടെ ഇരിപ്പുണ്ട്. വസ്ത്രമൊക്കെ കീറി ആ പൗരോഹിത്യം, അഥവാ അഹറോന്യ പൗരോഹിത്യം തന്നെ കീറിക്കളഞ്ഞെങ്കിലും ഹന്നാസും കയ്യഫാസൊക്കെ ആ കീറിയത് പിന്നെയും കൂട്ടിത്തുന്നിക്കൊണ്ട് താടി മുടിയൊക്കെ ആയിട്ട് അവർ യെരുശലേമിലൂടെ ഇങ്ങനെയൊക്കെ നടക്കുകയാണ്. ആ നടപ്പും പരിപാടിയൊക്കെ, അതിനകത്ത് ചില പത്രാസൊക്കെ ഉണ്ട്. അപ്പോൾ ഈ യെരുശലേം ദൈവാലയത്തെ കാണുമ്പോൾ തന്നെ ഒരു ഉൾവലിവും ഉണ്ടാവും. പിന്നെ ഇത്രയും കാലം അവിടെ പോയി, അവിടെ മഹാഭാവപരിഹാര ദിവസം എല്ലാവരും കൂടെയൊക്കെ ഒത്തുകൂടിയതാണ്, കൂടാരപ്പെരുന്നാളിന് ഒത്തുകൂടിയതാണ്. അങ്ങനെ അവർ കടന്നു പോകേണ്ട സമയങ്ങളിൽ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞ കടമുള്ള ദിവസങ്ങളിലൊക്കെ അവർ കടന്നു പോയിട്ടുണ്ട്. അങ്ങനെ അവർ നിരന്തരം ഈ ആലയവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന മനുഷ്യരാണ്, ഈ ആലയവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവരാണ്. അവരെ സംബന്ധിച്ച് ഒരൊറ്റ ദൈവാലയമേ ഉള്ളൂ, വീണ്ടെടുപ്പിന് ഒരൊറ്റ യാഗപീഠമേ ഉള്ളൂ. രണ്ടാമതൊരു യാഗപീഠം ഇസ്രായേലിനില്ല. വീണ്ടെടുപ്പിനോടുള്ള ബന്ധത്തിൽ, അഥവാ റിഡംഷനോടുള്ള ബന്ധത്തിൽ ഒരൊറ്റ യാഗപീഠം, അത് ഈ പറയുന്ന സമയത്ത് യെരുശലേമിലാണ് ഇരിക്കുന്നത്. അപ്പോൾ യെരുശലേമുമായി ബന്ധപ്പെട്ടല്ലാതെ ഒരു ജീവിതം അവർക്കില്ല. പക്ഷെ കാര്യങ്ങളെല്ലാം തകിടം മറിഞ്ഞു. അനേകർ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വന്നെങ്കിലും കുറേ കാലമൊക്കെ മുൻപോട്ട് പോയി കഴിയുമ്പോൾ ഏതെങ്കിലും വിധത്തിലൊക്കെയുള്ള നിരാശകളോ കാര്യങ്ങളോ ഒക്കെ മനുഷ്യനെ ബാധിക്കാം. അങ്ങനെ അവരെ നിരാശകളൊക്കെ ചിലപ്പോൾ ബാധിച്ചിട്ടുണ്ടാകാം. ഈ ഇറങ്ങി വന്ന ആളുകളെല്ലാം വിശ്വാസത്തിന് വേണ്ടി മരിച്ചെന്നൊന്നും ആരും ധരിച്ചേക്കരുത്. വലിയ പങ്ക് രക്തസാക്ഷികളായി എന്നുള്ളൊരു സത്യമാണെങ്കിലും പിന്മാറിപ്പോയവരുമുണ്ട്. ചരിത്രം അതാണ് പറയുന്നത്, പിന്മാറിപ്പോയവരുമുണ്ട്. അത് ഈ പുസ്തകത്തിൽ നിന്ന് തന്നെ നമുക്ക് സൂചന കിട്ടും. 10-ാം അധ്യായത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ വാക്യം പറയുന്നത്, നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, പിന്നെയോ
വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ അത്രയെന്ന്. ഇപ്പോൾ 2 കൂട്ടം ആളുകളെ നമുക്കവിടെ കാണാം. 2 കൂട്ടരും വിശ്വാസ വഴിയിൽ ഇറങ്ങി വന്നവരാ. എന്നാൽ ഒരു കൂട്ടർ പിന്മാറ്റത്തിലേക്ക് പോവുകയാണ്. അവർക്ക് കാരണങ്ങളുണ്ടാകാം നിരത്താൻ, പല പല കാരണങ്ങളുണ്ടാകാം. ചിലപ്പോൾ പാസ്റ്റർ ചിരിച്ചില്ലെന്നായിരിക്കാം, അല്ലെങ്കിൽ കോട്ടയം മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ കൈ തന്നില്ലെന്നായിരിക്കാം, അല്ലെങ്കിൽ അവിടെ ചെന്നപ്പോൾ തന്ന ചായയുടെ അളവ് കുറഞ്ഞു പോയിന്നായിരിക്കാം. പല പല കാര്യങ്ങളും കാണാം. എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ അവരുടെ ജീവിതത്തിൽ അവർക്ക് നിരത്താനുണ്ടാകാം. അല്ലെങ്കിൽ തുടക്കത്തിലൊക്കെ ഇവിടെ ഭയങ്കര കേമമായിരുന്നു, നല്ല തേൻ കൂട്ടിയ ദോശയുടെ പോലെയായിരുന്നു ഇവിടുത്തെ ആരാധനയും കാര്യങ്ങളൊക്കെ. പക്ഷെ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ അവർ പറയുക, എന്തോ എണ്ണയൊക്കെ ചേർത്തുണ്ടാക്കുന്ന ദോശ പോലെ ഇപ്പം ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുള്ളൂ എന്ന്. തുടക്കത്തിൽ നല്ല ആവേശമായിരുന്നു, നല്ല താല്പര്യമായിരുന്നു. പക്ഷെ കാലങ്ങൾ കഴിഞ്ഞു പോയപ്പോൾ അവരിൽ പലരും പറയുകയാണ്, വെറും ചുമ്മാ എന്തോ എണ്ണയിൽ ഉണ്ടാക്കുന്ന ദോശയാണെന്ന്. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഒരു പഴയ സംഭവത്തെ ഞാൻ കൂട്ടിച്ചേർത്ത് പറഞ്ഞതാണ്. അതുപോലെ തന്നെ കാലങ്ങൾ മുൻപോട്ട് പോയി കഴിഞ്ഞപ്പോൾ ഇതിനകത്തേക്ക് പലരും ഒക്കെ കടന്നു വന്നിട്ടുണ്ടാകാം, സമ്മിശ്ര ജാതികളൊക്കെ. ഈ അടുത്ത സമയത്ത് ഞാൻ മറ്റൊരു കൂട്ടത്തിൽ സംസാരിച്ചു പോയപ്പോൾ ഈ പെന്തക്കോസ്റ്റ് സമൂഹത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഇതിനകത്ത് 3 തരം ആൾക്കാരുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അതൊരു ഓർത്തഡോക്സിലെ അച്ഛനോടാണ് പറഞ്ഞത്. അച്ഛൻ എന്നോട് കുറേ ചോദ്യമൊക്കെ ചോദിച്ചു, അതിന് മറുപടി പറഞ്ഞു പോയ കൂട്ടത്തിൽ പറഞ്ഞതാണ്. അതായത് ഇതിൽ ആത്മീയരുണ്ട്, വീണ്ടും ജനനാനുഭവത്തിൽ വന്ന ആളുകൾ. അങ്ങനെ വീണ്ടും ജനനാനുഭവത്തിൽ വന്ന ആളുകൾ പിന്നത്തേതിൽ ജഡത്തിൽ സഞ്ചരിച്ച് ആ വഴിയിൽ തന്നെ മുന്നോട്ട് പോകുന്നവരുണ്ട്, ജഡത്തിൽ തന്നെ സഞ്ചരിച്ചു പോകുന്നവരുണ്ട്. അപ്പോൾ ആത്മീയരുമുണ്ട്, ജഡീകരുമുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ഒരു കൂട്ടരെ നമുക്ക് കാണാം, സമ്മിശ്ര ജാതികൾ. ഇതെല്ലാം പഴയ നിയമത്തിൽ നിന്നുള്ള ഉദ്ധരണിയാണ് ഞാനീ പറയുന്നത്. സമ്മിശ്ര ജാതികളുടെ പ്രത്യേകത എന്താ? അതായത് ഇസ്രായേൽ പെസഹായും ചോരത്തലി ആചരിച്ചാണ് ചെങ്കടലിൻ്റെ കരയിൽ വന്നത്. പെസഹായും ചോരത്തലി ആചരിച്ച്, പെസഹായൊക്കെ വളരെ സീരിയസ് ആയ സബ്ജക്റ്റാണ് കേട്ടോ. അപ്പോൾ പെസഹായും ചോരത്തലി ആചരിച്ച് അവർ ചെങ്കടലിൻ്റെ കരയിൽ വന്നു. അങ്ങനെ അവർ ചെങ്കടൽ കടന്ന് മറുകരയെത്തി. എന്നാൽ സമ്മിശ്ര ജാതികൾ ചെങ്കടൽ കടന്നു, പക്ഷേ അവർ പെസഹായും ചോരത്തലിയൊന്നും ആചരിച്ചവരല്ല. മനസ്സിലായോ? സമ്മിശ്ര ജാതികൾ ചെങ്കടൽ കടന്നവരാണ്, പക്ഷെ പെസഹായും ചോരത്തലി ആചരിച്ചില്ല. അങ്ങനെ ചെങ്കടൽ കടന്ന് മറുകര വന്ന അവരും ഇവരും കൂടെ ഒരുമിച്ചാണ് പിന്നെ സഞ്ചരിക്കുന്നത്. ഒരുമിച്ചുള്ള പ്രയാണത്തിൽ മരുഭൂമിയിൽ പലപ്പോഴും സമ്മിശ്ര ജാതികൾ പലതിനെ ചൊല്ലി കരഞ്ഞു. ആ കരച്ചിൽ കേട്ട് ഇസ്രായേലും അവരോട് കൂടെ ചേർന്ന് കരഞ്ഞെന്നൊക്കെയാണ് നമ്മൾ വായിക്കുന്നത്. അങ്ങനെയല്ലേ? നിങ്ങളൊക്കെ വായിച്ചിട്ടുള്ളവരാണ്. ഇടയ്ക്ക് ഞാൻ ഓർമ്മിപ്പിക്കുന്നതേ ഉള്ളൂ ഈ കാര്യങ്ങളൊക്കെ, പഴയ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇങ്ങനെ 3 കൂട്ടം ആൾക്കാർ ഇതിനകത്തുണ്ട് എന്നൊരു സൂചന ആ അച്ഛനോട് പറയാനിടയായി. അത് ഞാൻ നിങ്ങളോടും കൂടെ പറയുകയാണ്. അപ്പം ഈ സഭയുടെ ആരംഭ കാലഘട്ടത്തിൽ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ പ്രതിസന്ധികളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ എബ്രായ ലേഖനം തുറന്നു വെച്ചേക്കുകയാണ്. ഇത് മുൻനിർത്തിക്കൊണ്ട് ഞാൻ സംസാരിക്കുന്നതെന്ന് ഓർക്കണം. ഇപ്പം 2-ാം അധ്യായത്തിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഇതിൽ ഗൗരവമായ ചില വാക്കുകളുണ്ട്, ചില പരാമർശങ്ങളുണ്ട്. അതിനോട് ചേർത്ത് വയ്ക്കാവുന്ന കാര്യങ്ങളാണ് ഒടുവിലേക്ക് വരുന്ന ഈ അധ്യായങ്ങളിലൊക്കെ കാണുന്നത്. അതിൽ 10-ാം അധ്യായത്തിലൊരു കാര്യം ഓർമ്മയിൽ നിന്ന് എടുത്തുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ അത്രയെന്ന്. അതായത് വിശ്വാസത്താൽ നീതീകരണം പ്രാപിച്ച് വിശ്വാസത്താൽ ജീവൻ്റെ വഴിയിലേക്ക് കടന്നു വന്ന് പിന്നത്തേതിലും ആ ജീവിതം മുഴുവൻ വിശ്വാസത്താൽ മുൻപോട്ട് പോകണം. ഞാനീ പറയുന്ന 10-ാം അധ്യായത്തിലെ എനിക്ക് തോന്നുന്നത് 40-ാം വാക്യം മറ്റോ, അത് 39-ആണോ 40-ആണോ, അതിന് തൊട്ടു മുകളിലുള്ള വാക്യങ്ങൾ 37, 38 ആയിരിക്കണം. അവിടെ പറയുന്നത് ഇനി എത്രയും അല്പകാലം കഴിഞ്ഞ് വരുവാനുള്ളവൻ വരും. എബ്രായ ക്രിസ്ത്യാനികളെ ഓർമ്മിപ്പിക്കുകയാണ്, ഇനി എത്രയും അല്പകാലം കഴിഞ്ഞ് വരുവാനുള്ളവൻ വരും. എന്നാൽ എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ, ഞാൻ ഓർമ്മയിൽ നിന്ന് പറയുന്ന കേട്ടോ, എന്നാൽ എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുന്നുവെങ്കിൽ എനിക്ക് അവനോട് പ്രിയമുണ്ട്, അല്ല പിന്മാറുന്നുവെങ്കിൽ എൻ്റെ ഉള്ളത്തിന് അവനോട് പ്രസാദമില്ല. അങ്ങനെ മറ്റുമാണ് വാക്യങ്ങളെല്ലാം വരുന്നത്. അപ്പോൾ അവൻ വിശ്വാസത്താൽ ജീവിക്കണം. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടവൻ വിശ്വാസത്താൽ ജീവിക്കണം. അങ്ങനെ വിശ്വാസത്താൽ മരിക്കണം. അത് എബ്രായർ 11-ാം അധ്യായത്തിലുണ്ട്. വിശ്വാസത്താൽ ജീവിച്ച് അങ്ങനെ തന്നെ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുമ്പോഴാണ് വിശ്വാസത്താൽ തന്നെ മരിച്ചെന്ന് പറയുന്നത്. 3 പ്രധാന കാര്യം അവിടെ ഉണ്ട് കേട്ടോ. വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുക, വിശ്വാസത്താൽ ജീവിക്കുക, ആ ജീവിതം അങ്ങനെ തന്നെ അവസാനിപ്പിക്കരുത്, കുഴപ്പമാക്കരുത്, അതങ്ങനെ തന്നെ അവസാനിക്കുന്നു. ആ അവസാനിക്കുന്നതിന് പറയുന്നതാണ് വിശ്വാസത്താൽ മരിച്ചു. അബ്രഹാം വിശ്വാസത്തിൽ മരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാന ശ്വാസം വരെ അദ്ദേഹം വിശ്വാസത്തിന് വേണ്ടി നിലകൊണ്ടു. അവസാന ശ്വാസം വരെ വിശ്വാസത്തിന് വേണ്ടി നിലകൊണ്ടു. നമ്മുടെ പ്രിയങ്കരായ അപ്പോസ്തലന്മാരെ എടുത്ത് പഠിച്ചാൽ അങ്ങനെയല്ലേ? മരണത്തിന് മണിക്കൂറുകൾക്ക് മുമ്പ് പൗലോസ് പറയുന്നത് എന്താ?
വിശ്വാസം കാത്തെന്നാണ്. തന്നെ ഏൽപ്പിച്ച അഗ്നിമയമായ പ്രമാണം സൂക്ഷിച്ചു. അതായത് ഒരു ബാറ്റൺ ഏൽപ്പിച്ചു, ബാറ്റൺ. ആ ബാറ്റൺ മുറുകെ പിടിച്ചാണ് ഓടിയത്. ഈ റിലേ ഓട്ടം എന്ന് കേട്ടിട്ടില്ലേ? റിലേ ഓട്ടം കണ്ടിട്ടില്ല? ഇങ്ങനെ ഒരു 5-6 റൗണ്ട് ഓടുന്നത്. ഒരാൾ ആദ്യം ഓടി, പിന്നത്തെ ആൾ അത് കഴിഞ്ഞ് ഓടും. അപ്പം ആദ്യത്തെ ആൾ ആ ബാറ്റൺ രണ്ടാമത്തെ ആൾക്ക് കൊടുക്കും, ആ ആൾ അടുത്ത ആൾക്ക് കൊടുക്കും. എന്നിട്ട് അവരിൽ ഏറ്റവും അവസാനം കറങ്ങി വരുന്നയാൾ, അയാൾ മുൻപിൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് 1ാം സ്ഥാനം കിട്ടും നമുക്കറിയാം. പക്ഷേ ഏറ്റവും അവസാനം ഓടി വന്ന പുള്ളിയുടെ കയ്യിൽ ബാറ്റൺ ഇല്ലെങ്കിലോ? ചിന്തിക്കേണ്ട കാര്യമാകട്ടോ. 2024 ഡിസംബർ മാസം അഥവാ 12ാം മാസം ചിന്തിക്കാൻ കൊള്ളാവുന്നൊരു കാര്യമാണ്. ബാറ്റൺ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ചിന്തിക്കണം. അപ്പോൾ അതിനാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. എന്താ ബാറ്റൺ? നമ്മെ ഒരു പ്രമാണം ഏൽപ്പിച്ചിട്ടുണ്ട്, അഗ്നിമയമായ പ്രമാണം. അത് മുറുകെ പിടിക്കണം. ആ പ്രമാണത്തോടുള്ള ബന്ധത്തിൽ അത് ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട കാര്യങ്ങളാണ്. പക്ഷേ ഞാൻ ഈ 2ാം അധ്യായത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇങ്ങനെ ചില ചിന്തകൾ വന്നതുകൊണ്ട് ആ ഒരു ഭാഗത്തേക്കൊന്ന് തിരിഞ്ഞിട്ട് അവിടെ തന്നെ തിരിച്ചു വരാം. ലേവ്യ പുസ്തകം 22ാം അധ്യായത്തിൻ്റെ 9ാം വാക്യം ഒന്ന് വായിച്ച്. ലെവിറ്റിക്സ് ചാപ്റ്റർ 22 വേഴ്സ് 9. ലേവ്യ പുസ്തകം 22:9. ഞാൻ യഹോവയാകുന്നു, ആകയാൽ അവർ എന്റെ പ്രമാണങ്ങളെ നിസ്സാരമാക്കി തങ്ങളുടെ മേൽ പാപം വരുത്തുകയും അതിനാൽ മരിക്കുകയും ചെയ്യാതിരിപ്പാൻ അവ പ്രമാണിക്കണം. യഹോവയായ ദൈവം കൽപ്പിക്കുകയാണ്. ആരോടാ കൽപ്പിക്കുന്നത്? അതതിൻ്റെ തുടക്കത്തിലേക്ക് നോക്കണം. തുടക്കത്തിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് അഹ്റോനും അഹ്റോൻ്റെ പുത്രന്മാരോടുമാണ്. അന്നത്തെ തിരുനിവാസത്തിൻ്റെ അതിപരിശുദ്ധ സ്ഥലത്ത് ശുശ്രൂഷിക്കുന്ന മഹാപുരോഹിതനായ അഹ്റോനും അതിൻ്റെ വിശുദ്ധ സ്ഥലത്ത് ശുശ്രൂഷിക്കുന്ന പുരോഹിതന്മാരായ അവൻ്റെ പുത്രന്മാരോടും കൂടെയാണ് കൽപ്പിക്കുന്നത്. നിങ്ങളെൻ്റെ പ്രമാണങ്ങളെ നിസ്സാരമാക്കരുത്. പലരും പലതരം പ്രസംഗങ്ങളൊക്കെ പ്രസംഗിക്കും, പലതും അവിടെ ഇവിടെയൊക്കെ കേൾക്കും. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഇത്തിരി കാര്യങ്ങൾ ലഘുവാണെന്നൊക്കെ തോന്നും. അങ്ങനെയൊന്നും തോന്നിയിട്ട് കാര്യമില്ല, അങ്ങനെയൊന്നും തോന്നാൻ പാടില്ല. വളരെ സീരിയസ് ആണ്. പഴയ നിയമത്തെക്കാളും വളരെ സീരിയസ് ആണ് പുതിയ നിയമം. അത് പഠിച്ച് വരുമ്പോഴാണ് മനസ്സിലാകുന്നത് എത്ര ഗൗരവമാണെന്ന് മനസ്സിലാകുന്നത്. ചിലരൊക്കെ പറയും പഴയ നിയമത്തിൽ ദൈവത്തെ ഭയപ്പെടാൻ പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ ഉള്ളത്. എന്നാൽ പുതിയ നിയമത്തിൽ അങ്ങനെയൊന്നുമല്ല. നിയമം ഭയങ്കര ജോളി ടൈപ്പാണ്. വളരെ ഫ്രീഡം ഒക്കെ ഉണ്ടെന്നൊക്കെ ഉള്ള രീതിയിലാണ് ചിന്തിക്കുന്നത്. ഫ്രീഡം ഒക്കെ ഉണ്ട്, അതിനൊന്നും കുഴപ്പമില്ല. പക്ഷേ പഴയ നിയമത്തിലുള്ള വിശുദ്ധന്മാർ മനസ്സിലാക്കിയതിൻ്റെ അപ്പുറമാണ് പുതിയ നിയമ വിശുദ്ധന്മാർ മനസ്സിലാക്കുന്നത്. കാര്യങ്ങളെ തുറന്ന് ലഭിക്കുകയാണ്. അവർക്ക് കാര്യങ്ങളെ ഒന്നും ശരിയാവണ്ണം തുറന്ന് കിട്ടിയില്ല. അവരുടെ കണ്ണ് ഭാഗികമായിട്ടേ തുറന്നിട്ടുള്ളൂ, ചെറിയൊരു തുറക്കലേ തുറന്നു കൊടുത്തിട്ടുള്ളൂ. പക്ഷേ ആ തുറവി എന്ന് പറയുന്നത് ശരിയാവണ്ണം തുറന്നു കിട്ടിയത് പുതിയ നിയമ വിശുദ്ധന്മാർക്കാണ്. അതുകൊണ്ട് അവരോടും ഗൗരവത്തിൽ പറയുകയാണ്, വളരെ ജാഗ്രതയോടെ സൂക്ഷ്മതയോടെ പ്രമാണങ്ങളെ സൂക്ഷിക്കണം. ഒരു വാക്യോടെ ചേർത്ത് വായിച്ചിട്ട് നമുക്ക് മുൻപോട്ട് വരാം. സദൃശ്യവാക്യങ്ങൾ 7:2. പ്രൊവേർബ്സ് ചാപ്റ്റർ 7 വേഴ്സ് 2. നീ ജീവിച്ചിരിക്കേണ്ടതിന് എന്റെ കൽപ്പനകളെയും ഉപദേശത്തെയും നിന്റെ കണ്ണിന്റെ കൃഷ്ണമണി പോലെ കാക്കുക. ഈ വാക്യങ്ങളൊക്കെ നമ്മുടെ മുമ്പിലേക്ക് തുറന്നു കൊണ്ടുവന്ന ഇത്രയേ ഉള്ളൂ. നമുക്ക് ലഭിക്കപ്പെട്ട ബോധ്യങ്ങൾ, പ്രമാണം എന്ന് വെച്ചാൽ ഈ കൃപയുടെ പ്രമാണം നമ്മെ ഭരമേൽപ്പിച്ചിരിക്കുകയാണ്. വളരെ വിശ്വസ്തരായി നമ്മൾ മുൻപോട്ട് പോകേണ്ടതുണ്ട്, വളരെ വിശ്വസ്തരായി. അതിനോടുള്ള ബന്ധത്തിൽ എബ്രായ ലേഖനത്തിൽ നിന്ന് എബ്രായ ക്രിസ്ത്യാനികളോടുള്ള ബന്ധത്തിൽ അവരുടെ ജീവിതത്തിൽ സംഭവിച്ച പരിശോധന ചൂണ്ടിക്കാണിച്ചു. ആദ്യത്തെ 40 വർഷം അവരെ പരിശോധിക്കാൻ വേണ്ടി ഈ യെരുശലേം ദൈവാലയം അവിടെ വെച്ചു. കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ തകർന്നു പോകുന്നൊക്കെ കർത്താവ് ഒലിവുമലയിൽ ഇരുന്ന് പറഞ്ഞതാ. അത് ഈ സഭ ആരംഭിക്കുന്നതിന് ഒരു ദിവസം മുമ്പെങ്കിലും ഇടിച്ചു പൊളിച്ച് കളയാമായിരുന്നു. പക്ഷെ അത് ഇടിച്ചു പൊളിച്ച് കളയാതെ അവിടെ തന്നെ വെച്ചു. അന്നാസും കയ്യഫാവിനും ഒക്കെ താടി മുടിയായിട്ട് അതിൽ തന്നെ നടത്തി. അവിടെ നെക്സ്റ്റ് ഡേയും, അതായത് കർത്താവിൻ്റെ ക്രൂശുമരണം സംഭവിച്ചതിൻ്റെ പിറ്റേ ദിവസം രാവിലെ പ്രഭാതയാഗം നടന്നു. അന്ന് വൈകിട്ട്, അതായത് നെക്സ്റ്റ് ഡേ വൈകിട്ട് സന്ധ്യായാഗവും നടന്നു. ഇനിയൊരു യാഗമില്ല സഹോദരങ്ങളെ, ഇനിയൊരു യാഗമില്ല, ഒരു പരിപാടിയില്ല. ആ ബിൽഡിങ്ങിന് ഒരു പ്രസക്തിയില്ല. ഈ അന്നാസിനും കയ്യഫാവിനും ഒന്നും ഒരു പ്രസക്തിയില്ല. അവരെല്ലാം രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവസഭയോട് ചേർന്നാൽ നിത്യരക്ഷയ്ക്ക് ഓഹരിക്കാരാകാം. യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചില്ലെങ്കിൽ, അതായത് ബലിമരണത്തിന് ശേഷമാണ് പറയുന്നത്, അന്നാസും കയ്യഫാവും പോകുന്നത് കീഴേ പാതാളത്തിലേക്കായിരിക്കും. ജീവനുള്ള ദൈവത്തിൻ്റെ ദാസന്മാരായിരുന്നു രണ്ടുപേരും. പക്ഷേ അവർ മശിഹായെ സ്വീകരിച്ചില്ലെങ്കിൽ അവരെ കാത്തിരിക്കുന്ന കീഴേ പാതാളമാണ്, അഥവാ ടോർമെൻറ്റിങ് പ്ലേസ്, അല്ലാതെ വേറെ ഇടമൊന്നുമില്ല. യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കാത്ത ഒരു കാര്യവും നടക്കില്ല. കർത്താവിൻ്റെ ക്രൂശീകരണത്തിന് മുൻപ് വരെയുള്ള കാര്യമല്ല പറയുന്നത്, അതിന് ശേഷമുള്ള കാര്യമാണ്. ഓക്കെ,
അപ്പം ആ ഒരു പീരീഡിൽ ഈ കാര്യങ്ങളൊക്കെ ഇരുന്നത് കൊണ്ട് ഈ പരിശോധനകളിൽ ചിലരെല്ലാം തലകുത്തി വീണുപോയി. അതുകൊണ്ടാണ് പിന്നത്തേതിൽ പത്രോസ് തൻ്റെ ഒന്നാമത്തെ ലേഖനത്തിൽ ആദ്യത്തെ അധ്യായത്തിൻ്റെ 6-7 വാക്യത്തിൽ സൂചിപ്പിച്ചത്. 6-ാം വാക്യത്തിൽ പറയുന്നത് നാനാ പരീക്ഷകളിലൂടെ നമ്മൾ കടന്നു പോകേണ്ടതുണ്ടെന്നാണ്. 7-ാം വാക്യത്തിലേക്ക് വന്നപ്പോൾ പറയുന്നത് വിശ്വാസത്തിൻ്റെ പരിശോധനകളുണ്ടെന്നുള്ളതാണ്. ഈ കാര്യങ്ങളൊന്നും ഈ കാലഘട്ടത്തിൽ പല വിശുദ്ധന്മാർക്കും അറിയില്ല. ക്രിസ്തീയ ജീവിതത്തിൽ പരിശോധനകളുണ്ടെന്നോ പരീക്ഷകളുണ്ടെന്നോ ഒന്നും അറിയാതെ ചിലർ ജോലിയിൽ എന്തെങ്കിലും ട്രബിൾ നേരിടുമ്പോൾ, അല്ലെങ്കിൽ വീസായിൽ എന്തെങ്കിലും ട്രബിൾ നേരിടുമ്പോൾ, അല്ലെങ്കിൽ അറബി ഒന്ന് കണ്ണുരുട്ടി കാണിക്കുമ്പോൾ അതല്ല സാത്താൻ്റെ പോരാണെന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ആളുകളാണ് മിഡിൽ ഈസ്റ്റിലുള്ള ബഹുഭൂരിപക്ഷം. എല്ലാവരും അല്ല, ഒരു വലിയ പങ്കാളുകളും അങ്ങനെയൊക്കെ തന്നെയാണ് ചിന്തിക്കുന്നത്. എല്ലാം പോരാട്ടമാണെന്നൊക്കെ ചിന്തിക്കുന്നവരാണ് വലിയ പങ്കും. ഞാൻ പിന്നെയും പറയാണ്, എല്ലാവരുടെയും കാര്യമല്ല, വലിയ പങ്ക് അങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് മലയാളക്കരയിൽ നിന്ന് വ്യാജ പ്രവാചകന്മാർ അഥവാ കള്ളപ്രവാചകന്മാർ എന്ന് പറയുന്നവർ ഏറ്റവും കൂടുതൽ ഈ മിഡിൽ ഈസ്റ്റിലേക്ക് വരുന്നത്. മലയാളക്കരയിൽ പോലും അവർക്ക് അത്ര ഡിമാൻഡില്ല. പക്ഷേ UAE എന്ന് പറയുന്ന ആ ഒരു രാജ്യത്ത് വലിയ ഡിമാൻഡാണ് അവർക്ക്. അവർ കടന്നു വന്ന് മകനെന്നോ മകളെന്നോ ഒക്കെ വിളിക്കുമ്പോഴത്തേക്കും കോരിത്തിരിക്കുന്ന ധാരാളം മനുഷ്യരവിടെയുണ്ട്. നിങ്ങളെയൊന്നും ഞാൻ ആ കൂട്ടത്തിൽ കൂട്ടിയിട്ടില്ല കേട്ടോ. നിങ്ങളെയൊന്നും കൂട്ടിക്കൊണ്ടല്ല പറയുന്നത്. ചില കാര്യങ്ങളൊക്കെ അറിയാവുന്നതുകൊണ്ടും ബോധ്യമുള്ളത് കൊണ്ടുമാണ് പറയുന്നത്. ധാരാളം ഭക്തന്മാർ ആ നാട്ടിലൊക്കെ ഉണ്ട്. എന്നാൽ ഇങ്ങനെയുള്ളവർക്ക് വളം വെച്ച് കൊടുക്കുന്നവരും ധാരാളം പേരും പല ചർച്ചുകളും, എനിക്കറിയാവുന്നതുകൊണ്ടാണ് പറയുന്നത്, പല ചർച്ചുകളും അങ്ങനെയുള്ളവർക്കൊക്കെ വളം വെച്ച് കൊടുക്കുകയാണ്. ദൈവവചനത്തിൻ്റെ ആഴങ്ങളോ അതിൻ്റെ ഗൗരവമോ മനസ്സിലാക്കാതെ നമ്മൾ വന്നിരിക്കുന്നത് എവിടെയാണെന്നൊന്നും തിരിച്ചറിയാതെ വായിച്ച വാക്യത്തിലേക്ക് അങ്ങ് വരിക. എബ്രായർ 2:1 മുതൽ താഴേക്ക് വായിക്കുമ്പോൾ തുടക്കത്തിൽ എങ്ങനെയാണ് കാണുന്നത്? അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതണം. ഒഴുകിപ്പോവും. നാം ഒഴുകിയൊന്നും പോവില്ല, നാം അവിടെ നിൽക്കും. കേട്ട കാര്യങ്ങൾ ഒഴുകിപ്പോവും, അത്ര തന്നെ. അപ്പം കേട്ട കാര്യങ്ങളെ നമ്മൾ മുറുകെ പിടിക്കുകയാണെങ്കിൽ, അതിനാണ് ഞാൻ ലേവ്യ പുസ്തകത്തിൽ നിന്ന് സദൃശവാക്യത്തിൽ നിന്ന് 2 വാക്യം തുടക്കത്തിൽ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നത്. അതേസമയം തന്നെ അതിൻ്റെ ഒരു സൈഡിൽ 1-ാം നൂറ്റാണ്ടിലെ എബ്രായ ക്രിസ്ത്യാനികളെ നിർത്തി. 1-ാം നൂറ്റാണ്ടിലെ എബ്രായ ക്രിസ്ത്യാനികളെ എന്നിട്ട് വാക്യം വായിച്ചില്ലെങ്കിലും ഞാൻ നിങ്ങളുടെ മുമ്പാകെ ആ വാക്യങ്ങൾ സൂചിപ്പിച്ചു. നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, പിന്നെയോ വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലത്രേ. എങ്ങനെയാണ് വിശ്വാസം നമ്മുടെ ഉള്ളിൽ അങ്കുരിക്കുന്നത്? പരിശുദ്ധാത്മാവാണ് നമ്മുടെ ഉള്ളിൽ വിശ്വാസം കൊണ്ടുവരുന്നത്. തുടർന്നുള്ള പ്രയാണത്തിൽ ഈ വിശ്വാസത്തിൽ എങ്ങനെ മുന്നോട്ട് പോകാം? വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു. അല്ലാതെ പ്രവാചകൻ വന്ന് എന്തെങ്കിലും പറഞ്ഞാലൊന്നും വിശ്വാസം അങ്കുരിക്കില്ല. പ്രവാചകൻ വന്ന് എന്തെങ്കിലും കഥയൊന്നും പറഞ്ഞാൽ, അപ്പോൾ പുതിയ നിയമസഭയിൽ പ്രവാചകനില്ലേ? ഉണ്ട്. വലിയ ടോപ്പിക്കാ. അയ്യോ, ഇന്ന് രാത്രി നാളെ നേരം വെളുക്കുമ്പോൾ പറഞ്ഞാലും തീരാത്ത വലിയ ടോപ്പിക്കാണ്. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. അതായത് ദൈവത്തിൻ്റെ അഭിഷിക്തനാണെങ്കിൽ, ദൈവത്തിൻ്റെ പ്രവാചകനാണെങ്കിൽ, ആ പ്രവാചകൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിൽ കാണാം. പ്രവാചകൻ്റെ ഉത്തരവാദിത്വം എന്തെല്ലാമാണെന്നുള്ളത്. ദൈവസഭയെ പണിതൊരുക്കുക എന്നുള്ളതാണ്. ഫിലിപ്പിൻ്റെ കൈസരിയിൽ വെച്ച് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണിയും, ഞാൻ എൻ്റെ കൂടാരം നിവർത്തും, ഞാൻ എൻ്റെ ആലയത്തെ പണിയും. അങ്ങനെ പല കാര്യങ്ങളും ചേർത്ത് വെച്ച് കൂട്ടിക്കോ. അതാണ് ഞാൻ എൻ്റെ സഭയെ പണിയുമെന്ന് പറഞ്ഞത്. ആ പണിയുടെ ഭാഗമാണ് പ്രവാചകൻ. അല്ലാതെ വിസ ചേഞ്ച് ചെയ്യുന്ന കാര്യത്തിന് വേണ്ടിയുള്ള ആളൊന്നും അല്ല പ്രവാചകൻ. പുതിയ നിയമസഭയിലെ പ്രവാചകന് വിസ ചേഞ്ച് ആകുമോ? അല്ലെങ്കിൽ UAE അടുത്ത ഭരണാധികാരി ആരാണ്? ട്രംപാണോ ഇനി വരുന്നത്? അതെയോ ഒബാമയാണോ ഇനി വരുന്നത്? ഇതൊന്നും പറയലല്ല. അത് പറയില്ലെന്ന് ചോദിച്ചാൽ അത്യാവശ്യമാണെങ്കിൽ പറയാം. പക്ഷെ അത്ര വലിയ അത്യാവശ്യമൊന്നുമില്ല അതിനൊന്നും. അതിനേക്കാളൊക്കെ ഗൗരവമായ കാര്യമുണ്ട് ഇവിടെ. വിശുദ്ധന്മാരുടെ യഥാസ്ഥാപനം, അവരെ ഓർമ്മിപ്പിച്ച് ഉണർത്തേണ്ട കാര്യങ്ങളുണ്ട്, അവരെ ഉറപ്പിക്കേണ്ട കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് എഫേസ്യ ലേഖനം 4:11 മുതൽ ഏതാണ്ട് ഒരു 16 വരെ നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് ഈ 5 വിധ ശുശ്രൂഷകരുടെ ഉത്തരവാദിത്വം, ദൗത്യം എന്താണെന്നുള്ളത്. അപ്പോൾ അതിന് പകരം കേവലമായ കാര്യങ്ങൾക്ക് വേണ്ടിയൊന്നുമല്ല ഈ ശുശ്രൂഷകന്മാരുടെ തലയിൽ അഭിഷേകതയിൽ ഒഴിച്ചിരിക്കുന്നത്. അത് സമയം മുന്നോട്ട് പോയി, ഞാൻ വേഗം പറഞ്ഞ് അത് അവസാനിപ്പിക്കാൻ പറ്റുമെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളണം. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ താഴെ 4-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ കാണുന്നത്, കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയൊഴിയും? കേട്ടവർ നമ്മളെ കേൾപ്പിച്ചു. 1-ാം വാക്യത്തിൽ എങ്ങനെ കണ്ടത്? അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടതധികം ശ്രദ്ധയോടെ കരുതണം.
4-ാം വാക്യത്തിൽ എന്താ കാണുന്നത്? കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നു. ഇനി 1-ാം അധ്യായത്തിൻ്റെ തുടക്കത്തിലേക്ക് വരുമ്പോൾ എന്താ കാണുന്നത്? ദൈവം പണ്ട് ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം അരുളി ചെയ്തിരിക്കുന്നു. പുത്രൻ മുഖാന്തരം അരുളി ചെയ്ത അരുളപ്പാടുകൾ കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നു. അത് ഉറപ്പിച്ചതാ. എങ്ങനെ ഉറപ്പിച്ചു? അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വിവിധ വീര്യപ്രവൃത്തികളാലും തൻ്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ടും സാക്ഷി നിന്നതും. അതായത് പരിശുദ്ധാത്മാവ് സാക്ഷി നിന്ന് അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും ഉറപ്പിച്ചു തന്നതുമായ. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എന്താ മനസ്സിലാക്കുന്നത്? ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ എന്താണ് മനസ്സിലാക്കുന്നത്? കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നു. ആദ്യ നൂറ്റാണ്ടിൽ അപ്പോസ്തലന്മാർ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഏറ്റവും അവസാനം മരിക്കുന്നത് യോഹന്നാനാണ്. ആ യോഹന്നാൻ മുതൽ മറ്റ് അപ്പോസ്തലന്മാരെല്ലാം കർത്താവിൽ നിന്ന് നേരിട്ട് കേട്ടവരാണല്ലോ, കേട്ടുപഠിച്ചവരാണ്. അവരിലൂടെയാണ് ഈ പുതിയ നിയമം എഴുതപ്പെട്ടത്, അല്ലേ? അവരിലൂടെയാണ് ഈ പുതിയ നിയമം എഴുതപ്പെട്ടത്. അങ്ങനെ എഴുതപ്പെട്ട ലേഖനങ്ങൾ കയ്യിലേക്ക് കിട്ടുന്നതിന് മുമ്പ് അവരുടെ കയ്യിൽ ആകെയുള്ളത് ഈ പഴയ നിയമ പുസ്തകമാണ്. നമ്മൾ തിരുവെഴുത്തെന്നുള്ള പേരിൽ പറയുന്ന പഴയ നിയമത്തിലെ 39 പുസ്തകങ്ങൾ. ആ 39 പുസ്തകങ്ങൾ കയ്യിൽ വെച്ചുകൊണ്ടാണ് അവർ കടന്നുപോയ ദിക്കുകളിലൊക്കെ ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ അവരുടെ കണ്ണിന് മുമ്പിൽ വരച്ചു വെച്ച് കൊടുത്തത്, അല്ലേ? ഗലാത്യയിലേക്ക് പോയ പൗലോസ് ആ ഗലാത്യ പ്രൊവിൻസിൽ ക്രൂശിക്കപ്പെട്ടവനായി ക്രിസ്തുവിനെ പ്രസംഗിച്ചത് മത്തായിയുടെ സുവിശേഷം തുറന്നു വെച്ചിട്ടല്ല, ഈ പഴയ നിയമത്തിലെ 39 പുസ്തകത്തെയും ആസ്പദമാക്കിക്കൊണ്ട്. അതിൻ്റെ സൂചനകൾ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ അവസാനത്തെ അധ്യായം 24-ാം അധ്യായത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ 44 മുതലുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാം. അതായത് മോശയുടെ പുസ്തകങ്ങളിൽ നിന്നും പ്രവാചക പുസ്തകങ്ങളിൽ നിന്നും കാവ്യ പുസ്തകങ്ങളിൽ നിന്നും തന്നെക്കുറിച്ചുള്ള കാര്യങ്ങൾ തിരിച്ചറിയേണ്ടതിന്, അതായത് തിരുവെഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന് അവരുടെ അകക്കണ്ണ് തുറന്നു കൊടുത്തു, അവരുടെ അണ്ടർസ്റ്റാൻഡിങ് ബ്രോഡാക്കി കൊടുത്തു. അവർക്ക് തിരുവെഴുത്തുകളിൽ മറഞ്ഞിരിക്കുന്ന മെശിഹായുടെ മഹത്വം വെളിപ്പെടുത്തി കൊടുത്തു പന്തിരുവർക്ക്. അങ്ങനെ ആ മഹത്വം വെളിപ്പെടുത്തി കൊടുത്തിട്ട് ആ തിരുവെഴുത്തുമായിട്ടാണ് അവർ ചുറ്റുപാടുമുള്ള ദേശങ്ങളിൽ കടന്നുപോയി ക്രിസ്തുവിനെ പ്രഘോഷിച്ചത്. ക്രിസ്തുവിനെ അങ്ങനെയാണ് പ്രസംഗിച്ചത്. അപ്പോൾ അങ്ങനെ പ്രസംഗിക്കുമ്പോൾ ഇവരെ ആരയച്ചു എന്നൊക്കെയുള്ള ചോദ്യങ്ങളുണ്ട്. ഈ മുക്കുവന്മാരെ, ഈ സാധാരണക്കാരെ, ഈ സമൂഹത്തിൽ ആരുമല്ലാത്ത ഇവരെയൊക്കെ ആരയച്ചു? ഇവരെവിടെ നിന്ന് വരുന്നു? ഇപ്പോഴത്തെ ആളുകൾ പറയുന്ന പോലെ ഇവരേത് പോത്തുകുളത്തിൽ നിന്ന് വന്നതാണോ, കലക്കവെള്ളത്തിൽ വീണിട്ട് വന്നതാണെന്നോ, പിന്നെ വേറെ കുറേ കിരീടങ്ങളൊക്കെ തരുന്നുണ്ട് ആളുകൾ. അങ്ങനെയൊക്കെ ആളുകൾ അന്നും പറഞ്ഞു കാണും. അപ്പോൾ ആ പറയുന്ന ആളുകളുടെ നടുവിൽ, കാരണം ഇവരുടെ കയ്യിൽ ഒരു ടെക്സ്റ്റ് ഇല്ല, പുതിയ നിയമ പുസ്തകം ഇവരുടെ കയ്യിലില്ല. യഹൂദന്മാരുടെ പുസ്തകമായ പഴയ നിയമം തന്നെ വെച്ചാണ് ഇവർ പറയുന്നത്. അപ്പോൾ അത് വെച്ച് പറയുമ്പോൾ വാമൊഴിയായി കേട്ട കാര്യങ്ങളും പിന്നെ തിരുവെഴുത്തും ചേർത്ത് വെച്ച് പറയുമ്പോൾ അതിനെ ഉറപ്പിക്കാൻ പാകത്തിന് അത്ഭുതങ്ങളും അടയാളങ്ങളാലും വിവിധ വീര്യപ്രവൃത്തികളാലും ഒക്കെ വചനത്തെ ഉറപ്പിച്ചു. അതിനുള്ള വാക്യം എവിടെ എഴുതിയിരിക്കുന്നത്? മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ അവസാനത്തെ 2 വാക്യം, 19, 20 വാക്യങ്ങൾ. 20-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത്, അവർ പുറപ്പെട്ട എല്ലായിടത്തും പ്രസംഗിച്ചു, കർത്താവ് അവരോടുകൂടെ പ്രവർത്തിച്ചും അവരാൽ നടന്ന അടയാളങ്ങളാൽ വചനത്തെ ഉറപ്പിച്ചും പോന്നു. ഈ അത്ഭുതങ്ങളും അടയാളങ്ങളൊന്നും ആരെയും ദൈവരാജ്യത്തിൽ കൊണ്ടുവരാനല്ല. അങ്ങനെ ആരും ധരിക്കരുത്. അത്ഭുതങ്ങളും അടയാളങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ സംഭവിച്ചത് അന്ന് വചനത്തെ ഉറപ്പിക്കാൻ വേണ്ടിയാണ്. വചനത്തെ ഉറപ്പിച്ചു കൊടുക്കുകയാണ്. അവരുടെ കയ്യാൽ വീര്യപ്രവൃത്തികൾ സംഭവിക്കുവാൻ വരം നൽകി. കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നു. അതുപോലെ തന്നെ മലയാളക്കരയിലും സത്യവിശ്വാസം പരന്നപ്പോൾ പൂർവന്മാരായ പിതാക്കന്മാരിവിടെ സുവിശേഷം ഘോഷിച്ചു. ചില കാര്യങ്ങളൊക്കെ, ചില അടിത്തറകളൊക്കെ ഇട്ടു. അപ്പോൾ അങ്ങനെ ആ കാലഘട്ടത്തിൽ ഘോഷിക്കപ്പെട്ട കാര്യങ്ങളും തുറക്കപ്പെട്ട ചില വെളിപ്പാടുകളും ഉപദേശങ്ങളും ബോധ്യങ്ങളും ഒക്കെ അതെല്ലാം കൈമാറ്റം ചെയ്ത് നമ്മുടെ തലമുറയിലേക്കും കടന്നു വന്നിട്ടുണ്ട്. കർത്താവ് നമ്മെ നേരിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. പരിശുദ്ധാത്മാവിനാൽ നാം നടത്തപ്പെടുന്നു. അതുപോലെ തന്നെ പൂർവന്മാരിലൂടെ ലഭിക്കപ്പെട്ട ബോധ്യങ്ങളുണ്ട്. ആ ബോധ്യങ്ങളൊക്കെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്, അല്ലേ? അതൊക്കെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം വെച്ചിട്ട് ഞാൻ പറയുകയാണ്, കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയൊഴിയും? ഇത്ര വലിയ രക്ഷ, അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. 2024 അവസാന മാസം ഒരല്പസമയമാണ് നമ്മൾ ഒത്തുകൂടിയത്. അല്പസമയം. ആ അല്പസമയം എനിക്ക് നിങ്ങളെ ഓർമ്മിപ്പിച്ച് ഉണർത്താനുള്ളത്
ഇത്ര വലിയ രക്ഷയാണ്, അഥവാ എത്ര വലിയ രക്ഷയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. എത്ര വലിയ രക്ഷയാണ് ലഭിച്ചിരിക്കുന്നത്. ആ രക്ഷയിൽ നമ്മൾ എത്രത്തോളം ആനന്ദിക്കുന്നുണ്ട്, ആ രക്ഷയിൽ നാം സന്തോഷിക്കുന്നുണ്ടോ? പല കാര്യങ്ങളും നമുക്ക് ആവശ്യമുണ്ട്, പലതും ലഭിക്കേണ്ടതുണ്ട്, അതൊക്കെ സത്യമായിരിക്കാം. പക്ഷേ ലഭിക്കപ്പെട്ട ആ രക്ഷയിൽ നാം എത്രത്തോളം സന്തോഷിക്കുന്നു. ഇപ്പോൾ വായിച്ച ആ വാക്യത്തിൽ കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷ എന്ന് പറയുമ്പോൾ ആ വാക്കിൻ്റെ എതിർപദം എന്താ? ശിക്ഷ എന്നുള്ളതാണെന്ന് നമുക്കറിയാം. രക്ഷ എന്ന് പറഞ്ഞാൽ ശിക്ഷ എന്നാണ്. അതായത് എത്ര വലിയ ശിക്ഷാവിധിയിൽ നാം അകപ്പെടേണ്ടവരായിരുന്നു. ഇത്ര വലിയ രക്ഷ എന്ന് പറയുമ്പോൾ എത്ര വലിയ ശിക്ഷാവിധിയിലേക്ക് നടന്നു പോയിക്കൊണ്ടിരുന്നവരാണ് നാം എന്നറിയാമോ? ആ ശിക്ഷാവിധിയിൽ നിന്ന് നമ്മെ ഒരുവൻ പിടിച്ചു മാറ്റി ആ സ്ഥാനത്തേക്ക് താൻ കടന്നുപോയി ആ ശിക്ഷ മുഴുവനും താൻ ഏറ്റെടുത്തു. ആ ശിക്ഷ മുഴുവനും താൻ ഏറ്റെടുത്തു. അതാണ് ഈ 4-ാം വാക്യത്തിലൂടെ പറഞ്ഞ് ഞാൻ പര്യവസാനിപ്പിക്കാനായിട്ട് പോകുന്നത്. 4-ാം വാക്യം ധ്യാനിക്കുമ്പോൾ നമ്മുടെ മുമ്പാകെ എന്താ കാണുന്നത്? രക്ഷയാണ് വെളിപ്പെടുന്നതെങ്കിലും അതിൻ്റെ പിന്നിൽ എന്താ മറഞ്ഞിരിക്കുന്നത്? ഭയാനകമായൊരു ന്യായവിധി അല്ലേ? പരിശുദ്ധാത്മാവ് വരുമ്പോൾ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യം വരുത്തും, അഥവാ ബോധം വരുത്തുമെന്നാണ് യോഹന്നാൻ 16:8 വായിക്കുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ഒരുവൻ്റെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും കനത്ത ബോധം കൊടുക്കും. അങ്ങനെയായിരുന്നു പണ്ട് കാലത്ത് ദൈവസഭയുടെ ആരംഭം കുറിച്ചത്. അതായത് ആദ്യത്തെ 1, 2, 3 നൂറ്റാണ്ടുകളിലൊക്കെ മലയാളക്കരയിലെ പെന്തിക്കോസ്റ്റിൻ്റെ ആരംഭകാലത്തും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു ആളുകൾ ഈ സത്യമാർഗത്തിലേക്ക് വന്നത്. എന്നാൽ ഒരു 21-ാം നൂറ്റാണ്ടിലേക്കൊക്കെ കാലെടുത്ത് വെച്ച് കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുന്ന ആത്മാവാണെങ്കിലും ആത്മാവ് അങ്ങനെ പലരിലും പരിവർത്തിക്കുന്നുണ്ടോ എന്നുള്ളത് ഒരു വലിയ ചോദ്യചിഹ്നമായിട്ട് കിടക്കുകയാണ്. ആത്മാവിൻ്റെ പരിവർത്തനത്താൽ പരിവർത്തിക്കപ്പെട്ട്, അതായത് പാഴും ശൂന്യമായ ജീവിതങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവ് പൊരുന്നിരിക്കുക, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് പരിവർത്തിച്ച് രൂപാന്തരാനുഭവത്തിലേക്ക് കൊണ്ടുവന്ന് വിശ്വാസ സ്നാനത്തിലേക്ക് ആളുകൾ നടത്തപ്പെടുന്നുണ്ടോ എന്നുള്ളതൊരു വലിയ ചോദ്യമായിട്ട് നിൽക്കുകയാണ്. അതൊരു വലിയ ചോദ്യമാണ്. യോഹന്നാൻ 16 ആ വാക്യം സാധാരണ ഞാൻ എപ്പിസ്കോപ്പൽ സഭകളിലുള്ള അച്ഛന്മാരോടും കോറപ്പീസ്കോപ്പന്മാരോടൊക്കെ ചോദിക്കുന്ന ചോദ്യമാണ്, ഈ വാക്യം നിങ്ങളുടെ ജീവിതത്തിൽ എന്നാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതെന്ന്. പെന്തിക്കോസുകാർക്കും ബാധകമാണല്ലോ. യോഹന്നാൻ 16:8 നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളിത് എവിടെയെങ്കിലും പ്ലേസ് ചെയ്യണമല്ലോ മരിക്കുന്നതിന് മുമ്പ്. ഈ വാക്യം എവിടെ കൊണ്ടുപോയി വെക്കും? 56-ാം ദിവസം കൊച്ചിൻ്റെ തലയിൽ നിങ്ങൾ വെള്ളം തളിക്കുന്നു. അന്നേരം ഏതായാലും കൊച്ചിന് ഈ പറഞ്ഞ ബോധമൊന്നും വരില്ല. പിന്നെ കൊച്ചിന് എന്നാണ് ബോധം വരുന്നത്? കൊച്ചിന് ബോധം വരുന്നത് ചിലപ്പോൾ 10-15 വയസ്സൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും, അല്ലെങ്കിൽ 10, 20, 25 വയസ്സായിട്ടായിരിക്കും. അന്നേരം പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വന്നാൽ മതിയോ? അങ്ങനെ ബോധം വന്നു കഴിഞ്ഞാൽ പിന്നത്തതിലാണ് മാമോദീസയ്ക്ക് ഇറങ്ങേണ്ടത്, അഥവാ സ്നാനത്തിന് ഇറങ്ങേണ്ടത്. സീരിയസ് ആയൊരു കാര്യമാണ് ഇപ്പോൾ അവതരിപ്പിച്ചത്. രക്ഷിക്കപ്പെടുക, ദെൻ സ്നാനപ്പെടുക. പെസക കഴിഞ്ഞിട്ട് ചെങ്കടൽ കിടക്കുക, അതാണ് അതിൻ്റെ ശരിയായ വാക്ക്. പെസക കഴിഞ്ഞിട്ട് ചെങ്കടൽ കിടക്കുക. അല്ലാതെ ചുമ്മാ ചെങ്കടലിലേക്ക് എടുത്തിയാടിയിട്ട് ഒരു കാര്യമില്ല. ഒടുക്കത്തെ നാളിൽ ഞാൻ നിന്നെ അറിയുന്നില്ലെന്ന് പറയും. അതിനിട വരും. അതിനിട വരാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? പെസക ആദ്യം സംഭവിക്കണം. പെസകായിൽ എന്താ ഗൗരവമുള്ളത്? പെസകായിലൊരു മരണമല്ലേ നടക്കുന്നത്? പെസകായിലേക്ക് സൂക്ഷിച്ച് നോക്കുമ്പോൾ ഒരു മരണം കാണാം നമുക്ക്. ഒരു മരണം. ഇസ്രായേലിൻ്റെ ആദ്യജാതനെ മരണം പിടിക്കാതിരിക്കേണ്ടതിന് പെസക കുഞ്ഞാടിനെ അറുത്തതിൻ്റെ രക്തം കട്ടിലയുടെ നെടുമ്പടിമേലും കുറുമ്പടിമേലും പുരട്ടുന്നു. ഒരു മരണം അവിടെ സംഭവിക്കുന്നു. ആ മരണം കൊണ്ട് ഇസ്രായേലിൽ നിന്ന് സംഹാരകൻ ഒഴിഞ്ഞു പോകുന്നു. അല്ലേ? പെസക വലിയ സംഭവമാണ്, സീരിയസ് ആയിട്ട് പഠിക്കേണ്ട വിഷയമാണ്. അതുകൊണ്ടാണ് പൗലോസ് കൊരിന്ത്യരോട് പറഞ്ഞത്, നമ്മുടെ പെസക കുഞ്ഞാടും അറുക്കപ്പെട്ടു. നമ്മുടെ പെസക കുഞ്ഞാടും അറുക്കപ്പെട്ടു. എബ്രായർ 2:4 നോക്കുമ്പോഴും നമ്മൾ എന്താ കാണുന്നത്? പെട്ടെന്ന് നോക്കുമ്പോൾ രക്ഷയാണ് കാണുന്നതെങ്കിലും അതിൻ്റെ പിന്നിലേക്ക് ചൂഴ്ന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണുന്നത് എന്താ? ഭയാനകമായൊരു മരണമാണ് കാണുന്നത്. അയ്യോ, ഭയാനകമായൊരു മരണം. അതുകൊണ്ടാണ് എബ്രായ ലേഖനത്തിൽ തന്നെ പറയുന്നത്, ഇത്ര വലിയ മരണത്തിൽ നിന്ന് അവൻ നമ്മെ രക്ഷിച്ചിരിക്കുന്നു. അല്ലേ? അങ്ങനെ ഇത്ര വലിയ മരണത്തിൽ നിന്ന് രക്ഷിച്ച് നമ്മെ സ്വസ്ഥതയിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. ആ സ്വസ്ഥതയിലേക്ക് കൊണ്ടുവന്നിരിക്കുമ്പോൾ പാടുന്ന പാട്ടാ തുടക്കത്തിൽ പാടിയത്, എൻ്റെ ഇഷ്ടമൊന്നും വേണ്ട, നിൻ്റെ ഇഷ്ടം മാത്രം മതി എന്നുള്ളത്. ഈ ബോധ്യത്തിലേക്ക് വന്ന് പാട്ട് പാടിയാൽ ഓക്കെ ആയിരിക്കും. എന്താ നമ്മുടെ ബോധ്യം?
നമ്മുടെ ബോധ്യം ഇവിടെയാ, ഈ 4-ാം വാക്യത്തിലാണ്. നാം മരണത്തിനുള്ളവരായിരുന്നു, നാം മരണത്തിലേക്ക് പോകേണ്ടവരായിരുന്നു. ഞാൻ ഒരു വാക്കോടെ പറയാൻ വിട്ടുപോയല്ലോ. അതായത് ഈ 4-ാം വാക്യത്തിലേക്ക് നോക്കുമ്പോൾ പറയേണ്ട ഒരു വാക്കോടെയുണ്ട്. അതായത് ഇത്ര വലിയ രക്ഷ എന്ന് പറയുമ്പോൾ ഭയാനകമായൊരു ശിക്ഷയിൽ നിന്ന് നമ്മെ രക്ഷയിലേക്ക് കൊണ്ടുവന്നു എന്ന് പറഞ്ഞല്ലോ അല്ലേ? ഭയാനകമായ ശിക്ഷയിൽ നമ്മെ രക്ഷയിലേക്ക് കൊണ്ടുവന്നു. ആ രക്ഷയിലേക്ക് കൊണ്ടുവരുമ്പോൾ നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ കാണേണ്ട ഒരു വലിയ കാഴ്ചയുണ്ട്. സാധാരണ ഞാനൊരു പുതിയ സ്ഥലത്ത് പ്രസംഗിക്കാൻ പോകുമ്പോൾ എത്ര ദിവസം പ്രസംഗിച്ചാലും രക്ഷയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പറയാതെ മുന്നോട്ട് ഒരു കാര്യവും പറയാറില്ല. നിങ്ങളുടെ നടുവിലും അങ്ങനെ തന്നെ. എവിടെ പോയാലും, അതായത് ഈ തലമുറയിലെ പെന്തിക്കോസിൻ്റെ നടുവിൽ ഉറപ്പായിട്ടും ഈ 4-ാം വാക്യം എന്ന് ഉദ്ദേശിച്ചത് ആ രക്ഷയും രക്ഷയോടനുബന്ധിച്ചുള്ള ആ വലിയ മരണം, ഭയാനകമായ ന്യായവിധി സംഭവിച്ചത് വിശുദ്ധന്മാരുടെ കൺമുമ്പിൽ കാണിച്ചിട്ട് വേണം പ്രസംഗം അവസാനിപ്പിക്കാൻ. അത് കണ്ണിന് മുമ്പിൽ കാണിക്കണം. അത് കാണിച്ചു കഴിഞ്ഞാൽ സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങാം. തീക്കകത്തേക്ക് പോകേണ്ടതായിരുന്നു. അവിടെ നിന്നാണ് നമ്മെ ഉദ്ധരിച്ചത്. ഞങ്ങൾ സാധാരണ ഇങ്ങനെയുള്ള വിഷയങ്ങൾ പറയുമ്പോൾ ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഈ സ്ക്രീൻ ഷെയറിങ്ങിലൂടെ ആളുകളെ കാണിക്കും. ഇപ്പോൾ അങ്ങനത്തെ ഈ ടെക്നോളജിയൊക്കെ വളർന്നൊരു കാലമായതുകൊണ്ട് അങ്ങനെ ചില കാര്യങ്ങളൊക്കെ കാണിക്കും. ആ സമയത്ത് ചില വീഡിയോസൊക്കെ കാണിക്കും. ആ വീഡിയോസ് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ അടുത്ത കാലത്ത് നമ്മുടെ കണ്ണൂരിൽ സംഭവിച്ച ഒരു കാര്യമാണ്. ഒരു ഇറക്കം, അതായത് മെയിൻ റോഡ്, വളരെ തിരക്കുള്ളൊരു മെയിൻ റോഡ്. ആ റോഡിലേക്ക് ആ ഉയരത്തിൽ നിന്നൊരു കുഞ്ഞ് ഒരു സൈക്കിളിൽ ഇങ്ങനെ വരിക. ന്യൂസ് ചാനലുകളെല്ലാം വന്നതാണത്. ആ കുഞ്ഞ് ആ സൈക്കിളിൽ ഇങ്ങനെ വരുമ്പോൾ, സൈക്കിളിൽ വരിക എന്ന് വെച്ചാൽ എങ്ങനെയോ അവൻ പിടിവിട്ട താഴേക്ക് പോരുന്നത്. ആ വരവിൽ ഇങ്ങനെ വാഹനങ്ങൾ ഒഴുകുക. കണ്ണൂർ ജില്ലയിലുള്ള ഒരു പ്രധാനപ്പെട്ട റോഡാണ്. അപ്പം ഇവൻ്റെ കയ്യിൽ നിന്ന് പോയി വണ്ടി. ഇവനിങ്ങനെ സൈക്കിള് നേരെ താഴേക്ക് പോകുന്നു. ഒരു കാറിൻ്റെ ബാക്കിലോ എവിടെയോ ഈ സൈക്കിളൊന്ന് മുട്ടുന്നത്. ആ കാറിൽ മുട്ടിയില്ലെങ്കിൽ തൊട്ട് പുറകിൽ വരുന്ന KSRTCയുടെ അടിയിൽ ഈ കുഞ്ഞ് പോവും. ആ കാറിലൊന്ന് മുട്ടിയത് കൊണ്ട് ഈ കുഞ്ഞ് തെറിച്ചു പോയി. സൈക്കിള് KSRTCയുടെ അടിയിലേക്ക് പോയി. KSRTC അതിൻ്റെ മുകളിലൂടെ കടന്നുപോയി. സകല മനുഷ്യരും നോക്കി നിൽക്കുമ്പോൾ, വീഡിയോ കാണുന്ന നമുക്കും അങ്ങനെ തോന്നുള്ളൂ, ആ കുഞ്ഞ് KSRTCയുടെ അടിയിൽ തന്നെ പോയി എന്ന് നമ്മൾ ഉറപ്പിക്കുമാറാണ് വിഷ്വൽസ്. പക്ഷേ കുഞ്ഞ് തെറിച്ചു വീണത് തൊട്ടപ്പുറയാണ്. അവൻ എഴുന്നേറ്റ് നിൽക്കുന്നൊരു നിൽപ്പ്. ഒരു പക്ഷേ അവൻ്റെ അടുത്ത് ചെന്നാൽ അവൻ്റെ ഹൃദയം ഇങ്ങനെ ഇടിക്കുന്നത് നമുക്ക് കേൾക്കാൻ പറ്റും. ഒരു ചെറിയ മൈക്രോഫോൺ അടുത്ത് വെച്ച് കഴിഞ്ഞാൽ ബോക്സിൽ ഇങ്ങനെ വലിയ ശബ്ദത്തിൽ കേൾക്കാൻ പറ്റും. ഇങ്ങനെ ഭയങ്കരമായിട്ട് അതിങ്ങനെ ഇടിക്കുന്നത്. അതായത് ശരിക്കും അവൻ മരിച്ചുപോയോ? ഇല്ല, ശരിക്കും മരിച്ചുപോയി. എന്നാൽ ശരിക്കും ഇപ്പം അവൻ ജീവിച്ചിരിപ്പുണ്ട്. ഒരു 2ാം ജന്മം എന്നൊക്കെ വേണേൽ പറയാം. ഭയങ്കര സംഭവമല്ലേ അത്? ആ കുഞ്ഞിനോട് ചോദിച്ചു കഴിഞ്ഞാൽ, മോൻ എന്നാ വേണ്ടെന്ന് ചോദിച്ചാൽ എന്തു പറയും? ഒന്നും വേണ്ട. വിസ ശരിയാക്കണമെന്ന് ചോദിച്ചാൽ കൊച്ചെന്ത് പറയും? എൻ്റെ പൊന്നെ, വിസയും വേണ്ട, എനിക്ക് ഒന്നും വേണ്ട. സ്വോത്രം, ഹല്ലേലൂയ. വിസയിലൊന്നും കയറി ഞാൻ പിടിച്ചതല്ല കേട്ടോ. ഈ രക്ഷയുടെ ഗൗരവത്തിലേക്ക് നമ്മൾ വരണം. വിശുദ്ധന്മാരിതിൻ്റെ ആഴത്തിലേക്ക് വരണം. ഭയാനകമായൊരു മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നവരാണ് നമ്മൾ. സാധാരണ പാടില്ലേ, ചേറ്റിലല്ലയോ കിടന്നത്, നാറ്റമല്ലയോ വമിച്ചതെന്നൊക്കെ. അതിൻ്റെ ഗൗരവം അറിയാറുണ്ടോ? ഒരു വിടുതലില്ലാതെ നമ്മൾ അലഞ്ഞ മനുഷ്യരാണ്. പാപത്തിൻ്റെ പടുകുഴിയിൽ മുങ്ങി താണുപോയ മനുഷ്യരാണ്. താണു പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് സുവിശേഷ സത്യങ്ങൾ നമ്മൾ കേട്ടത്. ആ കേട്ടത് നമ്മൾ കരുതി, അല്ലെങ്കിൽ ആ കേട്ട സത്യങ്ങളെ നമ്മൾ അംഗീകരിച്ചു, അതിനെ ഏറ്റെടുത്തു. ആ സുവിശേഷത്തിന് മുമ്പാകെ നമ്മൾ അടിയറ പറഞ്ഞു. ഒരു പിക്ചർ ഞാൻ നിങ്ങളുടെ മുമ്പാകെ കാണാൻ പറ്റുന്നുണ്ടെന്ന് എൻ്റെ ഒരു വിശ്വാസം. ഇപ്പം നിങ്ങൾ ഈ കാണുന്ന പിക്ചർ, ഇത് തിരുനിവാസത്തിൻ്റെ പിക്ചറാണ്. ഇതിൻ്റെ വാതിൽ തുറക്കുമ്പോൾ കയറി വരുന്ന ഭാഗത്ത് ആദ്യം കാണുന്നത് ഒരു ബലിപീഠമാണ്. ആ ബലിപീഠത്തിലേക്ക് നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ കാണുന്നത് എന്താ? കത്തിക്കൊണ്ടിരിക്കുന്നൊരു യാഗപീഠമാണ്. 2024 ഡിസംബർ മാസത്തിൽ നിങ്ങളുടെ കൺമുമ്പിൽ വെച്ച് ഈ മീറ്റിംഗ് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാൻ പോകുന്നത് കത്തുന്നൊരു ബലിപീഠം. ആ കത്തുന്ന ബലിപീഠത്തിലേക്ക് നോക്കുമ്പോൾ നമ്മൾ എന്താ കാണുന്നത്? കാൽവറിയിലെ കൊലമരമാണത്, കാൽവറിയിലെ ക്രൂശ്. അതായത് ദൈവകോപാഗ്നി
ആ ക്രൂശിലേക്ക് ഇറങ്ങി വന്നു. 2 കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്ന പോലെ പാപമറിയാത്തവനെ നമുക്ക് വേണ്ടി പാപമാക്കി. പാപമറിയാത്തവനെ നമുക്ക് വേണ്ടി പാപമാക്കി. ഇപ്പം ക്രൂശിൽ കിടക്കുന്നത് ആരാ? പാപമറിയാത്തവനെ നമുക്ക് വേണ്ടി പാപമാക്കി. വിശദീകരിക്കേണ്ട കാര്യങ്ങളാണ്, ഓടിച്ചു പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ കണ്ണിൻ്റെ മുമ്പിൽ ഈ പിക്ചർ ഞാൻ വെച്ചു. വാതിൽ തുറക്കുമ്പോൾ ആദ്യം കാണുന്നത് കത്തുന്ന ബലിപീഠം. അതിരിക്കുന്നത് എവിടെയാണ്? പ്രാകാരത്തിലാണ് ഇരിക്കുന്നത്. നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ അതൊക്കെ. സൂചന ഇത്രയേ ഉള്ളൂ. ഇത്ര വലിയ രക്ഷ സുവിശേഷം മറനീക്കി നമ്മുടെ മുമ്പാകെ തുറന്നു കൊണ്ടുവന്ന കാഴ്ച എന്താ? ഇവിടെ ഒരു വാതിലുണ്ട് കേട്ടോ. ഇതിന് 4 വശമുണ്ട്. അതിലൊരു വശത്ത് മാത്രമേ വാതിലുള്ളൂ, കിഴക്ക് വശത്ത് മാത്രം, ഒരേ ഒരു വാതിൽ. ആ വാതിലിനെ മുൻനിർത്തിക്കൊണ്ടാണ് യേശുക്രിസ്തു പറഞ്ഞത്, ഞാനാകുന്നു വാതിലെന്ന്. അഥവാ സുവിശേഷം. സുവിശേഷം എന്ന ഒരൊറ്റ വാതിലേ ഉള്ളൂ, രണ്ടാമതൊരു വാതിലില്ല, വേറെ വഴിയൊന്നുമില്ല. ഇതുവഴിയല്ലാതെ ആർക്കും ദൈവരാജ്യത്തിലേക്ക് പ്രവേശനമില്ല. ഇതുവഴിയല്ലാതെ ആർക്കും ദൈവകുടുംബത്തിലേക്ക് പ്രവേശനം ലഭിക്കില്ല. ഈ ഒരേ ഒരു വഴി, സുവിശേഷം എന്ന ഒരേ ഒരു വഴി. അങ്ങനെ സുവിശേഷം കേട്ടല്ല ഈ കാലഘട്ടത്തിൽ അനേകർ പെന്തക്കോസ്തിലേക്ക് വരുന്നത്. ബഹുഭൂരിപക്ഷം പേരും സുവിശേഷം കേട്ടും അത് അനുസരിച്ചും അംഗീകരിച്ചും ഏറ്റെടുത്തൊന്നും അല്ല വരുന്നത്. അവരുടെ ജീവിതത്തിൽ പല പല കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ സമൂഹമായിട്ടൊക്കെ ചേർന്ന് സഹകരിച്ചൊക്കെ മുൻപോട്ട് പോകുമ്പോൾ ശുശ്രൂഷകർ സാധാരണ പറയുന്നൊരു കാര്യമാണ്, ഇനി താമസിക്കണോ, സ്നാനപ്പെടണ്ടേ? അങ്ങനെയൊക്കെ 10 പ്രാവശ്യം ചോദിക്കുമ്പോൾ ആളുകൾ പറയും, എന്നാൽ പെട്ടേക്കാന്ന് പറയും. അങ്ങനെയൊന്നുമല്ല സ്നാനം, അങ്ങനെയൊന്നുമല്ല വിശ്വാസ ജീവിതം. ഇത് സീരിയസ് ആയൊരു പഠനമാണ്, ഗൗരവമായൊരു പഠനമാണ്. ആരംഭം കുറിക്കുന്നത് എങ്ങനെയാണ്? സുവിശേഷം കേൾക്കണം. സുവിശേഷം ഗലാത്യരുടെ കണ്ണിൻ്റെ മുമ്പിൽ വരച്ചു വെച്ചു കൊടുത്തു. അതായത് ക്രൂശിക്കപ്പെട്ടവനായി ക്രിസ്തുവിനെ അവരുടെ കണ്ണിൻ്റെ മുമ്പിൽ കൊണ്ടുവരികയാണ്. ബലിപീഠത്തിൻ്റെ കാഴ്ച വർണ്ണിച്ച് കേൾപ്പിക്കുക. അതിന് 39 പുസ്തകത്തെയും കൂട്ടുപിടിക്കും. 27 പുസ്തകം അന്നില്ല, അതുകൊണ്ട് അത് കൂട്ടുപിടിക്കാൻ പറ്റില്ല. ഈ 37 പുസ്തകം തുറന്ന് കാര്യങ്ങളെ പറയും. അവനെ തകർത്ത് കളയുവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി, എന്നെയും നിങ്ങളെയും പ്രതി. അവനെ തകർത്ത് കളയുവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി, എന്നെയും നിങ്ങളെയും ഓർത്ത്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പീഡനത്താലും ശിക്ഷാവിധിയാലും എടുക്കപ്പെട്ടു. അടുത്ത വാക്യത്തിലേക്ക് വരുമ്പോൾ പറയുന്നത് എന്താ? അവൻ്റെ പ്രാണൻ ഒരു അകൃത്യയാഗമായി തീർന്നു. പ്രാണൻ ഒരകൃത്യയാഗമായി തീർന്നു. യാഗം നടക്കുന്ന എവിടെയാ? ബലിപീഠത്തിലാ, തീക്കകത്താ. അവൻ്റെ പ്രാണൻ ഒരകൃത്യയാഗമായി തീർന്നു. 116 സങ്കീർത്തനത്തിൻ്റെ ആദ്യത്തെ വാക്യങ്ങൾ വായിക്കണം, 3-4 വാക്യങ്ങൾ. അവിടെ ഒരു വിലാപസ്വരം കേൾക്കാം, അയ്യോ യഹോവേ എൻ്റെ പ്രാണനെ രക്ഷിക്കണമേ. ദാവീദിൻ്റെ പ്രാണനൊരു കുഴപ്പവും വന്നില്ല. ദാവീദിൻ്റെ പ്രാണൻ്റെ കാര്യമല്ല, അതൊരു മശിഹൈക സങ്കീർത്തനമാണ്. ഈ വിഷയവുമായി ചേർത്ത് വെച്ച് പറയുന്ന കാര്യമാണത്. അയ്യോ യഹോവേ എൻ്റെ പ്രാണനെ രക്ഷിക്കണമേ. അതാണ് യെശയ്യാവ് 53:10 പറയുന്നത്, അവൻ്റെ പ്രാണനൊരു അകൃത്യയാഗമായി തീർന്നു. ഇതെല്ലാം എവിടെയാണ് കാണുന്നത്? ഇതെല്ലാം നാം കാണുന്നത് ഈ ബലിപീഠത്തിലാണ്. കാൽവറിയിലെ ക്രൂശ്, കാൽവറിയിലെ ക്രൂശ്, ക്രൂശിൻ്റെ ദർശനം പ്രാപിക്കുക എന്ന് പറയും. ക്രൂശിൻ്റെ ദർശനമാണ് ഒരുവനെ മാറ്റിമറിക്കുന്നത്. ഒരു എൻകൗണ്ടർ നടക്കണം. ഒരു സത്യക്രിസ്ത്യാനിയുടെ ലൈഫിൽ ഒരു എൻകൗണ്ടർ നടക്കണം. ഒരു എൻകൗണ്ടർ, ഒരു ദമസ്കോസ് സംഭവിക്കണം. എന്താ ദമസ്കോസിൻ്റെ പ്രത്യേകത? അവിടെയാണ് ഒരുവൻ താഴെ വീണത്. ആ മഹത്വത്തിന് മുമ്പാകെ, ആ തേജോമയൻ്റെ മുമ്പാകെ അവിടെയാണ് ഒരുവൻ താഴെ വീണത്. എന്നിട്ടൊരു ചോദ്യമാണ്, നീ ആരാകുന്നു കർത്താവേ എന്ന്. മറുപടി കനത്ത മറുപടിയാണ്. അതുപോലെ മുഖാമുഖം വരണം. വരുമ്പോഴാണ് നാം ഞെട്ടിപ്പോകുന്നത്. നമ്മുടെ കണ്ണങ്ങ് തുറക്കുകയാണ്. പരിശുദ്ധാത്മാവ് സുവിശേഷം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പല പ്രതിസന്ധികളിലും ആയിരിക്കും ചിലപ്പോൾ പെന്തിക്കോസുകാരുടെ പ്രസംഗം കേൾക്കാൻ പോകുന്നത്. നമ്മൾ ഭയങ്കര പിടിച്ചാൽ കിട്ടാത്ത പ്രശ്നമായിട്ടാണ് പോകുന്നത്. എൻ്റെ ദൈവമേ നാളെ നേരം വെളുപ്പിക്കാൻ പറ്റില്ല, അങ്ങനത്തെ വിഷയങ്ങളുമായിട്ടായിരിക്കാം. പക്ഷെ സുവിശേഷ കേൾവി നമ്മളെ അടിമുടി മാറ്റിക്കളയും. കാണുന്ന കാഴ്ച എന്താ? അതായത് പണ്ടൊരു ഒരു കാര്യം പറഞ്ഞു കേട്ടിട്ടുണ്ട്. കൊച്ചിന് സുഖമില്ലാതെ സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിൽ ചെന്നതാ. കൊച്ചിൻ്റെ കാര്യങ്ങളിൽ ഇങ്ങനെ ടെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ എന്തോ കാരണത്താൽ അമ്മയ്ക്കും കൂടെ ഒരു ടെസ്റ്റ് നടത്തേണ്ടി വന്നു, രക്തം എടുക്കാനോ മറ്റോ. നോക്കിയപ്പോൾ കൊച്ചിനേക്കാളും മാരകമായ അസുഖത്തിലാണ് അമ്മ ഇപ്പോൾ ഇരിക്കുന്നത്. അങ്ങനെ ഒരു ചരിത്രം കേട്ടിട്ടുണ്ട്. കൊച്ചിന് വേണ്ടി പോയത്, അമ്മയ്ക്കൊരു കുഴപ്പമില്ല. പക്ഷേ ആ ഒരു ടെസ്റ്റിൽ തിരിച്ചറിയുകയാണ്, നടുങ്ങിപ്പോവുകയാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ എന്തോ ഒരു വലിയ വിഷയമൊക്കെ ആയിട്ടായിരിക്കും ദൈവസന്നിധി വരുന്നത്. അതിലും വലിയ വിഷയമാണ്, അതിലും വലിയ രോഗമാണ് പാപരോഗം. അപ്പോൾ പാപത്തെക്കുറിച്ചുള്ള ബോധ്യം വരുമ്പോൾ, പരിശുദ്ധാത്മാവ് ബോധ്യം തരുമ്പോൾ, അതായത് പാപത്തെക്കുറിച്ചുള്ള ബോധ്യം,
ദൈവത്തിൻ്റെ നീതിയെക്കുറിച്ചുള്ള അറിവ്, അതുപോലെ ആ ന്യായവിധിയെക്കുറിച്ചുള്ള തിരിച്ചറിവ്. ന്യായവിധിയെക്കുറിച്ച് എവിടെയാണ് സൂചിപ്പിച്ചത്? ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിലാണ്. ഈ പറയപ്പെടുന്ന വൃക്ഷത്തിൻ്റെ ഫലം തിന്നാൽ കനത്ത ഭവിഷ്യത്തുണ്ട് കേട്ടോ എന്നാണ് പറഞ്ഞത്. നമ്മൾ സാധാരണ എങ്ങനെയാണ് വായിക്കുന്നത്? തിന്നാൽ തിന്നുന്ന നാളിൽ മരിക്കുമെന്നാ. അങ്ങനെയല്ല വായിക്കേണ്ടത്. അത് പൊതുവിൽ വായിക്കുമ്പോൾ അങ്ങനെ വായിച്ചോണം. പഠിക്കാൻ വേണ്ടി വായിക്കുമ്പോൾ അങ്ങനെയല്ല വായിക്കേണ്ടത്. ഇത് തിന്നാൽ കനത്ത ശിക്ഷയുണ്ട്. ശിക്ഷ എന്താ? മരണമാണ്. മരണം നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്ന കാര്യമല്ല അത്. മരണം എന്ന് പറയുന്നത് മരണത്തിൻ്റെ ഇടത്തിലേക്ക് എങ്ങാനും പോയാൽ അത് ആലോചിക്കാൻ പറ്റില്ല സഹോദരങ്ങളെ. അതുകൊണ്ടാണ് ഞാൻ ആ കുഞ്ഞിനെ കാണിച്ചത്. ഞാൻ ഏഷ്യാനെറ്റിലോ മനോരമയിലോ ഏതോ ന്യൂസിൽ കണ്ടതാ. ആ കാറിലവൻ്റെ സൈക്കിളിൻ്റെ ബാക്കോ ഫ്രണ്ടോ എവിടെയോ ഒരു ഇച്ചിരി ഉരസി അത് തെറിച്ചു പോയി. സൈക്കിള് KSRTCയുടെ അടിയിലേക്ക് പോയി. ആ കാറിൽ തട്ടിയില്ലായിരുന്നെങ്കിൽ അവൻ KSRTCയുടെ അടിയിൽ പോയി അരഞ്ഞു പോയേനെ. അതുപോലെ സ്പീഡിലാണ് ബസ് പോകുന്നത്. അത്ര ഭയങ്കരം. അതുപോലെ എത്ര സംഭവങ്ങളാണെന്നറിയാമോ? ഈ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കാണാനിടയായി. വയനാട്ടിൽ ഒരു മനുഷ്യൻ ആ ചെളിക്കുണ്ടിൽ നിന്നിങ്ങനെ രക്ഷയ്ക്ക് വേണ്ടി വിളിക്കുന്നതൊക്കെ നമ്മൾ ന്യൂസിൽ കണ്ടതാണ്. എന്നാൽ അതല്ലാതൊരു വീഡിയോ കണ്ടു. അതായത് ഒരു മനുഷ്യൻ മണ്ണിൽ പുതഞ്ഞു നിൽക്കുകയാണ്, കഴുത്തൊപ്പം മണ്ണിൽ നിൽക്കുകയാണ്. അങ്ങനെ ഈ റെസ്ക്യൂവിൻ്റെ ആൾക്കാർ വന്ന് അയാളുടെ ചുറ്റും നിന്നിങ്ങനെ മണ്ണ് മാറ്റുകയാണ്. നമുക്ക് തല മാത്രമേ കാണാൻ കഴിയുള്ളൂ. അതിനു മുമ്പ് എത്രത്തോളമായിരുന്നു എന്നുള്ളത് വീഡിയോയിൽ നമുക്ക് കാണാനില്ല. ആ തലയുടെ താഴെ ഇവിടെ വരെ മണ്ണാണ്. അങ്ങനെ മണ്ണിൽ നിൽക്കുക. ആ മണ്ണിങ്ങനെ പതിയെ മാറ്റി ആ മനുഷ്യനെ ഇങ്ങനെ പുറത്തേക്ക് കൊണ്ടുവരിക. അത്രയും വീഡിയോ നമ്മൾ കണ്ടതാണ്. നമ്മുടെ സഹോദരങ്ങളെല്ലാം ഞങ്ങളത് കാണിച്ചു. അത് കാണിക്കാതെ ഞങ്ങളുടെ അമേരിക്കക്കാരെയും ഞങ്ങളുടെ ഗൾഫുകാരെയും ഞങ്ങളുടെ ലോകത്തിലുള്ള എല്ലാ പുള്ളികളെയും അത് കാണിച്ചിട്ടാണ് അന്ന് കിടന്നുറങ്ങിയത്. കാണിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ മണ്ണടിക്കാവിൽ പോകേണ്ടതായിരുന്നു. ആ മനുഷ്യനെ ആ മണ്ണിൽ നിന്ന് അവർ രക്ഷിച്ചു പുറത്തു കൊണ്ടുവന്നു. ഇതുപോലെ പാപത്തിൻ്റെ പടുകുഴിയിൽ മുങ്ങിത്താണ്, അതായത് പാപം നമ്മളെ വലിച്ചുകൊണ്ട് പോകും. വലിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ തൽക്കാലം ചെന്ന് നിൽക്കുന്ന സ്ഥലത്തിൻ്റെ പേരാണ് ടോർമെൻറ്റിംഗ് പ്ലേസ് അഥവാ യാതനാസ്ഥലം. അവിടെ കൊണ്ട് അവസാനിക്കില്ല. അവിടെ നിന്ന് പിന്നെയും അത് വലിച്ചുകൊണ്ട് പോകുന്നത് എങ്ങോട്ടാ? വെള്ളസിംഹാസനത്തിന് മുമ്പാകെ വൈറ്റ് ത്രോൺ ജഡ്ജ്മെൻറ്റും കഴിഞ്ഞ് പിന്നെ ദൂതന്മാർ തൂക്കിയെറിയുന്നൊരു സ്ഥലമുണ്ട്. അതിൻ്റെ പേരാണ് ലേക്ക് ഓഫ് ഫയർ. ഇപ്പോൾ അത് ഉദ്ഘാടനം ചെയ്തിട്ടില്ല. അങ്ങോട്ട് പോകേണ്ട മനുഷ്യരായിരുന്നു നമ്മൾ. കൃപയാൽ നാം രക്ഷപ്പെട്ടവരാണ്. ഭയങ്കര സംഭവങ്ങളല്ലേ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചത്. അതാണ് എബ്രായ ലേഖനം 6-ാം അധ്യായത്തിൽ പറയുന്നത്. ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട്, അതായത് ഒരിക്കൽ ലഭിച്ച വിടുതൽ അഥവാ ഡെലിവറൻസ്. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച ഡെലിവറൻസ് തന്നെ. അയ്യോ, പനിയിൽ നിന്ന് വിടുതൽ കിട്ടിയതാണോ ഡെലിവറൻസ്? നമ്മുടെ പെന്തിക്കോസ് പാസ്റ്റർമാർ ആ വാക്കിൻ്റെ സകല മഹത്വം കളഞ്ഞു. പെന്തക്കോസുകാരെ സംബന്ധിച്ച് അവർ സീരിയസ് ആയി വചനമൊക്കെ പഠിക്കുന്നവരാണല്ലോ. അവരുടെ മുമ്പാകെ ഏറ്റവും ഭയങ്കരമായൊരു വാക്കാണ്, ഒരു വൊക്കാബുലറിയാണ് വിടുതൽ അഥവാ ഡെലിവറൻസ് എന്നുള്ളത്. അതെല്ലാം അസ്ഥാനത്തും അവിടെ ഇവിടെയൊക്കെ പ്രയോഗിച്ച് നമ്മുടെ പ്രിയപ്പെട്ടവർക്കൊന്നും കാര്യങ്ങളൊരു ഗൗരവമില്ലാതെയായി മാറി. വളരെ ഗൗരവമുള്ള കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചത്. വലിയ കാര്യങ്ങളാണ് സംഭവിച്ചത്. ഇത്ര വലിയ മരണത്തിൽ നിന്നാണ് നമ്മെ രക്ഷിച്ചത്. അതുകൊണ്ടാണ് ഇവിടെ എബ്രായ ലേഖനകർത്താവ് പറഞ്ഞത്, ഇത്ര വലിയ രക്ഷയിൽ നാം തെറ്റിയൊഴിഞ്ഞാൽ, അങ്ങനെ വന്ന നാം ശേഷം മനുഷ്യരെ പോലെ അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ ദൂത് കേൾക്കാനും അത് കേൾക്കാനും ഇത് കേൾക്കാനൊക്കെ ഓടിക്കഴിഞ്ഞാലുണ്ടല്ലോ. ഞാൻ വാക്കുകളെ ചുരുക്കുക, ഒരു കൊച്ചു സൂചനയും കൂടെ തന്നിട്ട് വാക്കുകളെ ചുരുക്കാം. അതായത് ഈ പറയപ്പെടുന്ന സുവിശേഷം കേട്ട് ദൈവരാജ്യത്തിൽ വന്ന നമ്മോടുള്ള ബന്ധത്തിൽ തുടക്കത്തിൽ ദൈവത്തിൻ്റെ ആഗ്രഹം, നിന്റെ ഹിതം എന്നുള്ള പാട്ട് പാടിയല്ലോ, ദൈവത്തിൻ്റെ ആഗ്രഹം. അതായത് 1 പത്രോസ് 2-ാം അധ്യായത്തിൻ്റെ തുടക്കത്തിൽ പറയുന്ന പോലെ നാം വചനമെന്ന മായമില്ലാത്ത പാല് കുടിപ്പാൻ വാഞ്ചയുള്ളവരായിരിക്കണം. വചനമെന്ന മായമില്ലാത്ത പാല് കുടിക്കാൻ വാഞ്ചയുള്ളവരായിരിക്കണം. അപ്പോൾ തന്നെ സൂക്ഷിക്കണം. 2 കൊരിന്ത്യർ ലേഖനം 2:17 പറയുന്ന പോലെ ഞങ്ങൾ ദൈവവചനത്തിൽ കൂട്ടുചേർക്കുന്ന അനേകരെ പോലെ അല്ലെന്ന പൗലോസ് ലീഗ പറയുന്നത്. ഞങ്ങൾ ദൈവവചനത്തിൽ കൂട്ടുചേർക്കുന്ന 1-2 പേരല്ല, അനേകരെന്ന് എഴുതിയിരിക്കുന്നത്. അനേകരെ പോലെ അല്ലെന്ന്. പാലിൽ വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ വെള്ളത്തിനും കൊള്ളാവോ? അത് 2 ലിറ്റർ പാലിൽ 4 ലിറ്റർ വെള്ളം ഒഴിച്ച് എങ്ങനെ ഇരിക്കും? അങ്ങനത്തെ ഒരു കാലമായത്. 2 ലിറ്റർ പാലിൽ 6 ലിറ്റർ വെള്ളം ഒഴിക്കും, വേണേൽ 10 ലിറ്റർ വെള്ളം ഒഴിക്കും. അങ്ങനത്തെ ഒരു കാലത്തിലേക്ക് വന്നു. പക്ഷേ സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുന്നത് എന്താ? വചനമെന്ന മായമില്ലാത്ത പാല് കുടിച്ചുകൊണ്ട് രക്ഷയ്ക്കായി വളരണം. ഇത്ര വലിയ രക്ഷയിലേക്ക് വന്നിരിക്കുന്നു. ഇനി ആ രക്ഷയിലൊരു വളർച്ചയുണ്ട്.
ആ വളർച്ചയുണ്ട്. ആ വളർച്ച മുൻപോട്ട് വന്നു കഴിയുമ്പോൾ എബ്രായ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 12-13 വാക്യത്തിലേക്ക് വരുമ്പോൾ കാണുന്നത് ഇനിയും പാല് കുടിച്ചുകൊണ്ടിരിക്കരുതെന്നാണ് പറയുന്നത്. ഇങ്ങനെ എന്നും പാല് കുടിച്ചുകൊണ്ടിരുന്നാൽ പോരാ, കട്ടിയായ ആഹാരം ഭക്ഷിക്കണം. കട്ടിയായ കാര്യങ്ങൾ ഭക്ഷിച്ച് അങ്ങനെ നിങ്ങൾ ആത്മാവിൽ മുൻപോട്ട് പോകണം. അല്ലേ? സമയമായി എന്നുള്ള സൂചന എനിക്ക് തന്നു. ഞാൻ കൺക്ലൂഡ് ചെയ്യുക, ഇതൊന്ന് പറഞ്ഞ് അങ്ങനെ ഒന്ന് കൂട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ട് മാത്രം. അപ്പോൾ എന്താ പറഞ്ഞത്? രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാല് കുടിക്കണം. അപ്പോൾ തന്നെ എബ്രായ ലേഖനത്തിൽ പറയുന്നത് പാല് കുടിച്ചുകൊണ്ടിരുന്നാൽ പോരാ, കട്ടിയായ ആഹാരം ഭക്ഷിക്കണം, കട്ടിയായ കാര്യങ്ങൾ ഭക്ഷിക്കണം. അങ്ങനെ ദൈവം ആഗ്രഹിക്കുന്ന ഒരു ആത്മീയ പക്വതയിലേക്കും ആത്മീയത്തിൽ ആരോഗ്യമുള്ളവരുമായി നാം മാറണം. ഇല്ലെങ്കിൽ ഉപദേശത്തിൻ്റെ ഓരോരോ കാറ്റുകൾ അടിക്കുന്നു എന്നാണ് എഫേസ്യ ലേഖനത്തിൽ പറയുന്നത്. ഉപദേശത്തിൻ്റെ ഓരോരോ കാറ്റുകൾ അടിക്കുന്നു. അങ്ങനത്തെ കാറ്റുകളൊക്കെ അടിക്കുമ്പോൾ കാറ്റത്ത് നമ്മൾ പറന്നു പോകാതിരിക്കണമെങ്കിൽ ആത്മീയത്തിൽ ആരോഗ്യമുള്ളവരാകണം. ഈ വർഷത്തിൻ്റെ ഒടുവിൽ വിശുദ്ധന്മാരെ ഓർമ്മിപ്പിച്ചുണർത്താനുള്ള കാര്യം ഇത്രയേ ഉള്ളൂ. ഇത്ര വലിയ രക്ഷ നമുക്ക് ലഭിക്കപ്പെട്ടിരിക്കുകയാണ്. ആ രക്ഷയിൽ നാം വളർന്നില്ലെങ്കിൽ സ്വർഗത്തിലെ ദൈവം ദുഃഖിക്കും. നമ്മൾ ഭൗതികമായി മറ്റു കാര്യങ്ങളിലൊക്കെ വളരുന്നു എന്ന് പറഞ്ഞാൽ പോരാ, ആത്മീയമായി ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ ക്രിസ്തു എന്ന തലയോളം വളരേണ്ടതുണ്ട്. ദൈവത്തിൻ്റെ സകല നിറവിനോളം നിറയേണ്ടതുണ്ട്. ഈ വക കാര്യങ്ങളെക്കുറിച്ച് നല്ല ബോധ്യമുള്ളവരായി നാം ഓരോരുത്തരും മുൻപോട്ട് പോകേണ്ടതുണ്ട്. ഇങ്ങനൊരു സമയം അനുവദിച്ച് ദൈവസഭയ്ക്കും ദൈവദാസന്മാരോടുമുള്ള സ്നേഹത്തെ അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.